കോളേജില് വെച്ച് AKPCTയുടെ ഒരു പ്രവർത്തകനായി ഏതാണ്ട് 6 വർഷക്കാലത്തോളം ഉണ്ടായിരുന്ന ഒരനുഭവവും അതിൻ്റെ ഓർമ്മകളും വെച്ച് ഇതിലൊരു തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നതിൻ്റെ സുഖമുണ്ട് എന്ന് പറയാതെ നിവൃത്തിയില്ല. മറ്റൊന്നും അല്ല, അന്ന് സെന്റ് തോമസിൽ ചേരുമ്പോൾ AKPCTയുടെ സ്ഥാപകരിൽ ഒരാളായ VR സുബ്രഹ്മണ്യൻ അദ്ദേഹം പഠിപ്പിച്ചിരുന്ന അതേ വിഭാഗത്തിൽ, ഇംഗ്ലീഷ് വിഭാഗത്തിൽ തന്നെ ജോലിയെടുക്കാനും പ്രൊബേഷൻ കാലത്ത് തന്നെ സമരം ചെയ്യുവാനും പിരിച്ച് വിടാനുള്ള ഭീഷണി നേരിടുവാനും ഒക്കെയുള്ള ഭാഗ്യമെന്ന് തന്നെ പറയട്ടെ ലഭിച്ച ഒരാളെന്ന നിലയ്ക്ക് ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല കഠിനമായ പ്രതിസന്ധികളെ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങളോട് സംവദിക്കുവാനും ചർച്ച ചെയ്യുവാനുമായ ഒരു അവസരം കിട്ടിയതിന് വലിയ സന്തോഷം ആ അർത്ഥത്തിലുണ്ട്. ആമുഖമായിട്ട് 1-2 കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കട്ടെ. ജ്ഞാനം, വിജ്ഞാന സമൂഹം, മതനിരപേക്ഷത എന്ന ഈ ഒരു ശീർഷകത്തില് വിജ്ഞാന സമൂഹം എന്ന സങ്കല്പം അടിസ്ഥാനപരമായി വ്യത്യസ്തമാണ് എന്നൊരു ധാരണ നമുക്ക് ആവശ്യമാണ് എന്ന് തോന്നുന്നു. വിജ്ഞാന സാമ്പത്തിക വ്യവസ്ഥ എന്നത് നോളജ് ഇക്കോണമി എന്നതിൽ നിന്നും വിജ്ഞാന സമൂഹം, നോളജ് സൊസൈറ്റി എന്ന് പറയുന്നതിലേക്ക് വലിയ ദൂരവും അന്തരവും ഉണ്ട്. കാരണം നോളജ് ഇക്കോണമി എന്നത് അടിസ്ഥാനപരമായി ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയുടെയും അതിപ്രസരത്തെയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സർവ്വസാധാരണത്വത്തെയോ ആണ് സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഉൽപാദനം എന്നത് യഥാർത്ഥത്തിലുള്ള വസ്തുക്കളുടെ ഉൽപാദനം എന്നതിൽ നിന്നും അത് വ്യത്യസ്തമായ ബൗദ്ധികമായ ഉൽപാദനത്തിലേക്ക്, അല്ലെങ്കിൽ ഫാക്ട്സിന്റെ ഉൽപാദനത്തിലേക്ക്, ഇൻഫർമേഷന്റെ ഉൽപാദനത്തിലേക്ക് ചുവടുമാറുന്നതിനെയാണ് നോളജ് ഇക്കോണമി അല്ലെങ്കിൽ ജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നു എന്നുണ്ടെങ്കിൽ, വിജ്ഞാന സമൂഹം എന്ന സങ്കല്പം അതിനോടുള്ള ഒരു പ്രതിരോധം കൂടിയാണ്. കാരണം പ്രധാനമായും ഡിജിറ്റലായിട്ടുള്ള ഇക്കോണമിയായിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹികമായ പലതരം പ്രത്യാഘാതങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ടും ജനാധിപത്യ മൂല്യങ്ങളെ പ്രധാനമായി മനസ്സിൽ വഹിച്ചുകൊണ്ടും അതുമായി ബന്ധപ്പെട്ട ഒരു തുല്യതയുടെ സങ്കല്പം നിലനിർത്തിക്കൊണ്ടുമാണ് വിജ്ഞാന സമൂഹം എന്ന സങ്കല്പം വരുന്നത്. വിജ്ഞാനം ഏതെങ്കിലും ചിലരുടെ മാത്രം കുത്തകാവകാശമോ സ്വകാര്യാവകാശമോ അല്ല എന്നും, സമൂഹത്തിലെ ഏതൊരാൾക്കും തുല്യമായ രീതിയും അവരവർക്ക് ആവശ്യമായ രീതിയും വിജ്ഞാനത്തിൽ പങ്കുചേരുവാൻ, വിജ്ഞാനത്തിന്റെ പ്രക്രിയകളിൽ പങ്കുചേരുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുക എന്ന ഒരു സങ്കല്പമാണ് ജ്ഞാന സമൂഹം എന്നതിൽ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. ഞാനിത് ഈ വ്യത്യാസം സൂചിപ്പിക്കാൻ കാര്യം, വിജ്ഞാന സമൂഹം വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്നത് ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ, ജ്ഞാന സമൂഹം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ കോൺസെപ്റ്റാണ്. അത് രാഷ്ട്രീയപരമായിട്ടുള്ളൊരു സങ്കല്പനമാണ്. അത് ഒരർത്ഥത്തിൽ ഒരു പ്രതിരോധ വഴി കൂടിയാണ് എന്നത് പറയാനായിട്ടാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കഴിഞ്ഞ കുറച്ചു നാളുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിശ്രമങ്ങളിൽ ഒന്ന് കേരളത്തെ തന്നെ ഒരു വിജ്ഞാന സമൂഹമായി പരിവർത്തിപ്പിച്ചെടുക്കുക എന്ന ഉദ്ദേശമാണ്. അതിനർത്ഥം എല്ലാവരെയും ഒന്നിലേക്ക് ചുരുക്കിയെടുക്കുക, ഒരേ സങ്കല്പങ്ങളിലേക്ക്, ഒരേ ജ്ഞാന വ്യവസ്ഥകളിലേക്ക് ചുരുക്കിയെടുക്കുക എന്നതല്ല, വളരെ വിപുലമാവും വ്യത്യസ്തവുമായ വ്യതിരിക്തവുമായ അനേകം പന്ഥാവുകൾ തുറന്നു കിട്ടുന്ന ഒരു രീതിയിലേക്ക് ഓരോരുത്തർക്കും അവരുടെ സാഹചര്യങ്ങളും അഭിരുചികളും അനുസരിച്ചും അവരുടെ സാധ്യതകൾ അനുസരിച്ചും ജ്ഞാനം എന്നുള്ളത് അന്വേഷിക്കുവാനും നേടുവാനുമുള്ള സാഹചര്യം നൽകുക, പരമാവധി ആളുകളിലേക്ക് വിജ്ഞാനം എത്തിക്കുക എന്ന ഒരു വളരെ സ്ഥായിയായ സങ്കല്പം അതിൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനത്തിൽ നിൽക്കുന്ന 2 ആശയങ്ങൾ എന്നുള്ളത്
ഒന്ന് ജനാധിപത്യവും മറ്റൊന്ന് തുല്യതയുമാണ്. ജനാധിപത്യത്തിന്റെ തന്നെ ഭാഗമായ ഒരു തുല്യതയുമാണ്. ഞാനിത് ആമുഖമായി പറയാൻ കാര്യം, ഇത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊക്കെ ഏതാണ്ട് കൃത്യമായി തന്നെ ഇത് അറിയാമെന്നുണ്ടെങ്കിലും ഞാനിത് വിശദീകരിക്കുവാനുള്ള കാര്യം, ഇന്ന് നമ്മൾ ചുറ്റും കാണുന്ന പല സംഗതികളും, പല പ്രതിഭാസങ്ങളും, പല വികാസങ്ങളും ഇത്തരത്തിലുള്ളൊരു ജ്ഞാന സമൂഹ നിർമ്മിതിയുടെ പൂർണ്ണമായ നിരാകരണത്തിൽ ചെന്നെത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. ജ്ഞാന സമൂഹം എന്നതിൽ നിന്ന് മാറി വളരെ ചുരുക്കം ചിലരിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുകയും ചുരുക്കം ചില സങ്കല്പങ്ങളെ മാത്രം മുന്നോട്ട് കൊണ്ടുപോവുകയും ചുരുക്കം ചില ധാരണകൾക്ക് മാത്രം ആധിപത്യം കൽപ്പിക്കുകയും ചെയ്യുന്ന, ഒരർത്ഥത്തിൽ അധികാരം വളരെ ശക്തമായി മുദ്രണം ചെയ്യപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ സാമുദായികമായ അധികാരം വളരെ ശക്തമായി മുദ്രണം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യവസ്ഥയിലേക്കുള്ള പോക്കിന്റെ സൂചനകളാണ് ഇന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നത്. അത് നിശാന്ത് സൂചിപ്പിച്ച പോലെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഏതാണ്ട് 100ഓളം വർഷമായി വളരെ കൃത്യമായ അജണ്ടയോടുകൂടി പദ്ധതിയായി രൂപീകരിക്കപ്പെട്ട് കൊണ്ടുവന്നിരിക്കുന്ന, ഇന്ത്യൻ സമൂഹത്തെയാകെ, ഇന്ത്യൻ രാജ്യത്തെയാകെ പൂർണ്ണമായി കീഴ്പ്പെടുത്തുവാനുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വികാസമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അതിന്റെ പ്രത്യക്ഷ മുഖമായിട്ട് നമുക്ക് RSSനെയും BJPയെയും കാണാം എന്നുണ്ടെങ്കിലും, അതേസമയം അതിന്റെ അടിസ്ഥാനമായി നിൽക്കുന്ന ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം അതിന്റെ ദല്ലാളുകളായി, അതിന്റെ പ്രതിനിധികളായി മറ്റനേകം മേഖലകളിൽ പ്രവർത്തിക്കുന്ന മറ്റനേകം സംഘടനകളും വ്യക്തികളും ഏജൻസികളും ഒക്കെയുണ്ട് എന്ന കാര്യവും നമുക്കറിയാം. ഈ ഒരു വളരെ വിപുലമായ സാഹചര്യത്തിനകത്താണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രക്രിയകൾ സ്ഥാനപ്പെടുത്തേണ്ടത്. ഒരു കാര്യം ആദ്യം തന്നെ പറയട്ടെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ പത്രവാർത്തകളും ആളുകളുടെ പ്രതികരണങ്ങളും കേൾക്കുമ്പോൾ എന്തോ വലിയൊരു അത്ഭുതം സംഭവിക്കുന്നു. ശിക്ഷൻ ബൈഠക് എന്ന് പറയുന്ന RSSന്റെ ഒരു ശിബിരം നടക്കുന്നു. അതിൽ കേരളത്തിലെ 5 വൈസ് ചാൻസലർമാർ പങ്കെടുക്കാൻ പോകുന്നു. ഇതെന്തോ കേട്ടുകേൾവിയില്ലാത്ത, ഒരിക്കലും സാധ്യമാണെന്ന് കരുതാത്ത എന്തോ ഒരു വലിയ അത്ഭുതമായിട്ടാണ് പലരും പരിഗണിക്കുന്നത്. സത്യത്തിൽ ആ ഒരു അത്ഭുതത്തിലാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. കാരണം കേരളം ഏതോ നിലയ്ക്ക് ഒരു അപവാദമാണ്. ഒരു കേരള എക്സെപ്ഷണലിസം എന്ന് പറയുന്നത്, നമ്മൾ മതനിരപേക്ഷമായ സമൂഹമാണ്, നമ്മൾ പൊതുവെ ഇടതുപക്ഷ അനുകൂലികളാണ്, മാത്രമല്ല ശാസ്ത്രീയവും യുക്തിപരവുമായിട്ടുള്ള സമീപനങ്ങളാണ് നമ്മുടെ ബോധമണ്ഡലത്തിലും അക്കാദമിക മണ്ഡലത്തിലും വളരെ കാര്യമായി നിലനിൽക്കുന്നത് എന്നതുകൊണ്ട് കേരളത്തിലേക്ക് BJPയുടെയും RSSന്റെയും ഹിന്ദുത്വയുടെയും കടന്നു കയറ്റത്തിന് കൃത്യമായ പരിധികൾ ഉണ്ടാകും എന്നും അതൊരിക്കലും കേരളത്തിൽ സാധ്യമല്ല. പണ്ടാരോ പറയുന്നല്ലോ, കേരളം വ്യത്യസ്തമാണ്. ഈ കേരളം വ്യത്യസ്തമാണ് എന്ന് പറയുന്ന ഈ ബോധത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഇത്തരം തോന്നലുകൾ തികച്ചും അസ്ഥാനത്താണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. കാരണം 1970-കൾ തൊട്ട് തന്നെ കേരളത്തിൽ പൊതുസമൂഹത്തിനകത്ത് ഹിന്ദുത്വയുടെ ശ്രമങ്ങൾ ആരംഭിക്കുന്നതും ശക്തി പൂണ്ടുവരുന്നതും ഏതോ നിലയ്ക്ക് പ്രകടനാത്മകമായ ഒരു തലത്തിൽ പുറംതോടിന്റെ ഒരു സാഹചര്യത്തിൽ മതനിരപേക്ഷതയും ജനാധിപത്യവും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഉള്ളിൽ അകമേ ഇതിൽ നിന്നും കാർന്നു പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന, മണ്ണൊലിച്ചു പോകുന്ന ഒരു കാഴ്ച സൂക്ഷ്മതയോടെ കാണുന്ന ആർക്കും കാണാൻ കഴിയുന്നതാണ്. ഞാൻ 70കൾ തൊട്ട് എന്ന് പറയാൻ കാര്യം, BHPയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ ചിന്മയാനന്ദന്റെ ഗീതാജ്ഞാന യജ്ഞം എന്നത് തുടങ്ങുന്നത് 70കളിലാണ്. അത് കഴിഞ്ഞ് 80കളോടെ ഞാനൊക്കെ BA പഠിക്കുന്ന കാലത്ത് തന്നെ ഗീതാജ്ഞാന യജ്ഞം എന്ന് പറയുന്നത് എമർജൻസിയുടെ കാലത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൊക്കെ ഇവിടുത്തെ മധ്യവർഗികളെ കൃത്യമായി ഉദ്ദേശിച്ചുകൊണ്ട്, ലക്ഷ്യമിട്ടുകൊണ്ട് വളരെ ശക്തമായൊരു പ്രസ്ഥാനമായി മാറുകയും അതിനെ തുടർന്ന് സാംസ്കാരികമായ മണ്ഡലത്തിൽ, അല്ലെങ്കിൽ ചിന്തകളുടെ മണ്ഡലത്തിൽ, അല്ലെങ്കിൽ സാംസ്കാരികമായ പ്രവൃത്തിയുടെ മണ്ഡലത്തിൽ വളരെ ശക്തമായ ഹൈന്ദവവൽക്കരണം എന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് കെട്ടിടങ്ങളിലായാലും വിശ്വാസങ്ങളിലായാലും
അല്ലെങ്കിൽ പൂജ, ക്ഷേത്ര ദർശനം മുതലായ കാര്യങ്ങളിലായാലും ഒക്കെ ഇത്തരം ഒരു മണ്ണൊലിപ്പ് എന്നത് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നത്. ടി.കെ. രാമചന്ദ്രനെ പോലെയുള്ള ആളുകളൊക്കെ അത് വ്യക്തമായി പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രക്രിയയുടെ എന്താ പറയാ, ഒരു പരിപാടിയുടെ അടുത്ത ഘട്ടമായി മാത്രമേ നമുക്ക് ഇന്ന് കാണുന്ന കാര്യങ്ങൾ കാണാൻ കഴിയുകയുള്ളൂ. അതില് ആത്യന്തികമായി 3 പ്രധാനപ്പെട്ട മേഖലകളിലാണ് ഇതിന്റെ വ്യക്തമായ മുദ്രണങ്ങൾ കാണാൻ കഴിയുക എന്ന് തോന്നുന്നു. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇത് കേവലം വൈസ് ചാൻസലർമാരുടെയോ ചാൻസലറുടെയോ അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയോ മാത്രം ഒരു വിഷയമായി ചുരുക്കി കാണുന്നതിന്റെ അപകടത്തെ സൂചിപ്പിക്കാനാണ്. ഇത് വളരെ സമഗ്രമായ ഒരു സംഗതിയാണെന്നും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഒരുപക്ഷെ തമിഴ്നാട് ഒഴിച്ചുകൊണ്ട്, വെസ്റ്റ് ബംഗാളും ഒരു പരിധി വരെ ഒഴിച്ചുകൊണ്ട് ഇന്ത്യയിലെ മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്നു തന്നെ കൃത്യമായി നടന്നു കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയുടെ അടുത്ത അധ്യായം എന്ന നിലയ്ക്കാണ് കേരളത്തിൽ ഇത് നടക്കുന്നത്. കേരളത്തിൽ അതേസമയം ഒരു വ്യത്യസ്തത ഉള്ളത്, ഇവിടെയുള്ള സർക്കാരും ഇവിടെയുള്ള സംവിധാനങ്ങളും അടിസ്ഥാനപരമായി പ്രകടനാത്മകമായിട്ടെങ്കിലും മതനിരപേക്ഷമാണ് എന്നതുകൊണ്ടും ഇവിടെ വ്യക്തമായും മതനിരപേക്ഷമായ ഒരു രീതിശാസ്ത്രം നിലനിൽക്കുന്നു എന്നതുകൊണ്ടും ഇതിന് ഉള്ളിൽ നിന്നുമുള്ള മാറ്റങ്ങൾ അത്ര എളുപ്പമല്ലാത്തത് കൊണ്ട് മറ്റു ചില രീതികളിലാണ് ഇവിടെ ഇടപെടലുകൾ നടക്കുന്നത്. എനിക്ക് പറയാൻ കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു JNUവിനെ കുറിച്ച് അറിയാം. JNUവിൽ എങ്ങനെയാണ് RSSും BJPയും ഇടപെട്ടത് എന്ന് നമ്മൾ പത്രങ്ങളിൽ വായിച്ചിട്ടില്ല. പക്ഷെ മാധ്യമങ്ങൾ നമ്മളോട് പലപ്പോഴും പറയാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, JNU ഒരു അപവാദമല്ല എന്നും ഉത്തരേന്ത്യയിലെയും മധ്യേന്ത്യയിലെയും ഈവൻ വെസ്റ്റേൺ ഇന്ത്യ, മഹാരാഷ്ട്ര മുതലായിട്ടുള്ള സംസ്ഥാനങ്ങളിലെയും ഒരുവിധം മിക്ക കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഹിന്ദുത്വയുടെ വ്യക്തമായ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നും അവിടെ ഒരുപക്ഷെ അതല്ലാത്ത ഒരാളെ കണ്ടെത്തുക അല്ലെങ്കിൽ കുറച്ചാളുകളെ കണ്ടെത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ഉദാഹരണം വ്യക്തമാക്കുകയാണെങ്കിൽ, ഷിംലയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ എൻ്റെ സഹപ്രവർത്തകയായി ഉണ്ടായിരുന്ന ഡൽഹി കോളേജിലെ ഗാർഗി കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിരുന്ന ഡോക്ടർ ശുദ്ധപ്പ ദത്ത, അവര് കൊളോണിയൽ ഇന്ത്യയെ കുറിച്ച് വളരെ ഗൗരവമായ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ്. അവരുടെ കോളേജിലേക്കുള്ള നിയമനങ്ങളുടെ കാര്യം വന്നപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ എക്സ്പേർട്സ് ആയിട്ട് വന്നിട്ടുള്ള 2 പേർ അതിശക്തമായി എടുത്ത നിലപാട് എന്ന് പറയുന്നത്, ഇത് പച്ചയായി തന്നെ പറയേണ്ടി വരും, മുസ്ലിം ആയിട്ടുള്ള ഒരാളെയും ജോലിക്ക് അവർക്ക് നിയമനം കൊടുക്കരുത് എന്ന് പറയുന്ന അതിശക്തമായൊരു നിലപാടെടുക്കുകയും കേരളത്തിൽ നിന്നുള്ള 2 പേർ ദീർഘകാലം 6 തൊട്ട് 8 വർഷം വരെ ഈ കോളേജിൽ ഗസ്റ്റ് അധ്യാപകരായി ജോലിയെടുക്കുകയും കാര്യമായ സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക് ആ നിയമനം നിഷേധിക്കുകയുമാണ് ഉണ്ടായത്. ഇവർ കഠിനമായി ശ്രമിക്കുകയും പരമാവധി പരിശ്രമിക്കുകയും മുസ്ലിമുന്റെ പേരാണ് എന്ന് തോന്നാത്ത പേരുള്ള ഒരു മുസ്ലിം വ്യക്തിക്ക് ജോലി കിട്ടാൻ എങ്ങനെയോ കഠിന ശ്രമം കൊണ്ട് ഇവർക്ക് സാധിക്കുകയും ചെയ്തു. ഞാൻ പറയുന്നത്, ദ സീറ്റ്ഗീസ്റ്റ് എന്ന് പറയുന്ന അർത്ഥത്തിൽ, പൊതുവായിട്ടുള്ള ഒരു ബോധം എന്ന അർത്ഥത്തിൽ, ഒരു സംവിധാനം എന്ന അർത്ഥത്തിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ഒഴികെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വിദ്യാഭ്യാസത്തിന്റെയും ഉന്നത വിദ്യാഭ്യാസത്തിന്റെയും മേഖലയിൽ ഹിന്ദുത്വം കൃത്യമായി പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇത് കേവലം ഇന്ത്യയിൽ മാത്രമല്ല. നിങ്ങൾ എറിക്ക മാനിന്റെ പുസ്തകം ദി സ്കൂൾ ഫോർ ബാർബേറിയൻസ് എന്ന പുസ്തകം വായിക്കുകയാണെങ്കിൽ, നാസി ജർമ്മനിയിലും ഏറ്റവും ഗൗരവമായി അവർ സംബോധന ചെയ്ത ഒരു മേഖല എന്നത് സ്കൂൾ തൊട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ സംവിധാനങ്ങളെ ആയിരുന്നു എന്നും അതിലൂടെ യുവതലമുറയെ, ചെറുപ്പക്കാരെ അവരുടെ പ്രത്യയശാസ്ത്രത്തിലേക്കും അവരുടെ ലോകബോധങ്ങളിലേക്കും സന്നിവേശിപ്പിക്കുക എന്നത് വ്യക്തമായ ഒരു അജണ്ടയായി നടപ്പിലാക്കപ്പെട്ടു എന്നും അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വേറൊരു നിലയ്ക്ക് അതിൻ്റെ ഒരു പുനർപതിപ്പായിട്ടുള്ള പുതിയ പതിപ്പാണ് ഇന്ന് നടക്കുന്നത് എന്ന് പറയാൻ കഴിയും. ഇനി ഇന്ന് കാണുന്നത് ഇടപെടലുകൾ എന്ന നിലയ്ക്ക് പ്രധാനമായും 3 മേഖലകളിലാണ്. ഒന്നാമത്തേത് ഭരണത്തിന്റെ മേഖലയാണ്.
നമ്മൾക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ മുഴുവനും താൽക്കാലികരാണ്. താൽക്കാലിക വൈസ് ചാൻസലർമാരാണ്. ഈ താൽക്കാലിക വൈസ് ചാൻസലർമാരെ മുഴുവനും നിയമിച്ചിരിക്കുന്നത് ചാൻസലറാണ്. ഗവർണറല്ല, ചാൻസലറാണ്. ആ ചാൻസലർ എന്ത് പ്രക്രിയ പ്രകാരം, ഏത് നിയമങ്ങൾ പ്രകാരം, ഏത് മോഡസ് ഓപ്പറാൻഡിയിലൂടെയാണ് ഇത് ചെയ്തത് എന്ന് യാതൊരു സുതാര്യതയുമില്ലാതെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളുകളെ അദ്ദേഹത്തിന് തോന്നും വിധം ഓരോ യൂണിവേഴ്സിറ്റികളിൽ വെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. സാധാരണയായിട്ട് ഒരു വൈസ് ചാൻസലർ ഒഴിയുകയാണ് എന്നുണ്ടെങ്കിൽ UGC തന്നെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കീഴ്വഴക്കം എന്നുള്ളത് അവിടെയുള്ള പ്രോ വൈസ് ചാൻസലർക്ക് ചാർജ് കൊടുക്കുകയോ വൈസ് ചാൻസലർ ആവുകയോ, പ്രോ വൈസ് ചാൻസലർ ഇല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും മുതിർന്ന സീനിയറായ അവിടുത്തെ അധ്യാപകന് ചാർജ് കൊടുക്കുകയോ ചെയ്യുക എന്നാണ് കീഴ്വഴക്കം. പക്ഷെ ഇവിടെ അത്തരത്തിൽ യാതൊരു കീഴ്വഴക്കങ്ങളും നോക്കാതെ മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഇവർക്ക് ആജ്ഞാനുവർത്തികളായിട്ടുള്ളവരെ താൽക്കാലികരായി നിയമിക്കുകയും ആ നിയമനം എന്നത് സർക്കാരുമായി യാതൊരു ചർച്ചയുമില്ലാതെ ആ സർവകലാശാലയിലെ അധ്യാപകരുമായോ അവിടുത്തെ സിൻഡിക്കേറ്റുമായോ അവിടുത്തെ ഭരണക്രമങ്ങളുമായോ യാതൊരു ചർച്ചയുമില്ലാതെ കേവലം ഏകപക്ഷീയമായി എടുക്കുന്ന നടപടിയായി അത് മാറിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇപ്പോ കേസ് നിലനിൽക്കുന്നുണ്ട്. അത്തരം നിയമനങ്ങൾ സർക്കാരുമായി ചർച്ച ചെയ്തു വേണം എന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിയും, അതിനെ തുടർന്ന് ചാൻസലർ അപ്പീല് പോയതിന് നിരാകരിച്ചുകൊണ്ട് ഡിവിഷൻ ബെഞ്ച് വിധിയും വന്നതിന് ശേഷം ഇന്ന് അറിയുന്നു നമ്മുടെ ചാൻസലർ സുപ്രീം കോടതിയിൽ അതിനെതിരെ അപ്പീലിന് പോയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. അതിന്റെ ഫലം എന്തായിരിക്കും എന്നത് കോടതികളുടെ ഇന്നത്തെ അവസ്ഥ വെച്ച് നമുക്ക് ഒട്ടും തീർച്ചയാക്കാൻ കഴിയുകയില്ല എന്നതാണ് ഏറ്റവും വലിയ ഒരു പരാധീനത. കാരണം സുപ്രീം കോടതിയിൽ ഇന്ന് വരുന്ന പല വിധികളും നിയമത്തിന്റെയോ ഭരണഘടനയുടെയോ യുക്തിയുടെയോ ഒക്കെ കാര്യങ്ങളിൽ വളരെ വളരെ ദരിദ്രമാണ് എന്നതല്ല, പലപ്പോഴും അതിന് വിരുദ്ധവുമായിട്ടുള്ള വിധികളാണ് പല അവസ്ഥകളിലും കാണാൻ നമുക്ക് കഴിയുന്നത്. ആ ഒരു സാഹചര്യത്തില് ഏതാണ്ട് ഉള്ളിൽ നിന്നുമുള്ള മാറ്റങ്ങൾ സാധ്യമല്ലാതെ വരുന്ന ഒരു അവസ്ഥയിൽ ആദ്യത്തെ ഘട്ടമായി ഭരണത്തെ പിടിച്ചെടുക്കുക, വൈസ് ചാൻസലർമാരുടെ സ്ഥാനങ്ങൾ ഇവർക്ക് ആജ്ഞാനുവർത്തികളായവർക്ക് നൽകുക എന്ന് പറയുന്ന ഒരു പദ്ധതി വളരെ കൃത്യമായി ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലറായ ഘട്ടം മുതൽ തുടങ്ങി ഇന്ന് ആർലേക്കർ എത്തിയപ്പോൾ വരെ തുടരുന്നു. ഒരു കാര്യം ഇവിടെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ BJPയുടെ ഒരു അനുകൂലിയായിരിക്കാം. അദ്ദേഹം പലതരത്തിലുള്ള തമാശകളൊക്കെ ചെയ്തിരിക്കാം. പക്ഷേ അദ്ദേഹത്തിൽ നിന്നും തികച്ചും വിഭിന്നനാണ് ഇന്നുള്ള നമ്മുടെ ചാൻസലർ എന്ന് വ്യക്തമായി മനസ്സിലാക്കണം. കാരണം ഈ RSS എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ അടിസ്ഥാനപരമായ പ്രത്യയശാസ്ത്രം നിർമ്മിച്ച ഒരു കൂട്ടം ആളുകളുടെ, കുടുംബങ്ങളുടെ ഒരു സമുദായത്തിലെ അംഗമാണ് ഇദ്ദേഹം. അദ്ദേഹം വളരെ ബാല്യകാലം മുതൽ RSSകാരനാണ്. കൃത്യമായി അതിന്റെ പ്രത്യയശാസ്ത്രം അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. ആരിഫ് മുഹമ്മദ് ഖാനിന് നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് നിർദ്ദേശങ്ങൾ ആവശ്യമില്ല. ചെയ്യേണ്ടത് എന്ത് എന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം നിർദ്ദേശം കൊടുക്കുന്ന സംഘത്തിൽപ്പെടുന്ന ആളാണ്. ഈ ഒരു വ്യത്യാസം വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കണം. കാരണം ഇന്ന് അദ്ദേഹം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, ഈ ഓരോ ഘട്ടത്തിലുള്ള കാര്യങ്ങളിലും ഭരണം എന്ന് പറയുന്നത് പൂർണ്ണമായി പിടിച്ചടക്കുക. ഇതോടൊപ്പമാണ് ചില സർവകലാശാലകളിലെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിയമനത്തിന്റെ കാര്യം. സാധാരണ നിലയ്ക്ക് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഗവർണർ അല്ലെങ്കിൽ ചാൻസലർ നോമിനേറ്റ് ചെയ്യേണ്ട സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഒരു പാനൽ, 3 പോസ്റ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച ഓരോ മേഖലയില്, അത് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മേഖലയിലായിരിക്കാം, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിന്റെ മേഖലയിലായിരിക്കാം, അല്ലെങ്കിൽ ഇൻഡോളജിയുടെ മേഖലയിലായിരിക്കാം, അതിന് ഏറ്റവും അനുയോജ്യരായ ഓരോ സ്ഥാനത്തിനും പറ്റിയ 3-4 പേരുടെ ഒരു പാനൽ സർവകലാശാലയിൽ നിന്നും അവിടെയുള്ള ചർച്ചകൾക്ക് ശേഷം VC സമർപ്പിക്കുകയും അതിൽ നിന്ന് ഒരാളെ ചാൻസലർ തെരഞ്ഞെടുത്ത് സിൻഡിക്കേറ്റിലെ നോമിനിയായിട്ട് അയക്കുകയുമാണ് പതിവ്. ഇവിടെ ഉണ്ടായിരിക്കുന്നത് 1-2 സർവകലാശാലകളുടെ കാര്യത്തിൽ ഇത്തരത്തിൽ പാനലുകൾ സമർപ്പിക്കുകയുണ്ടായെങ്കിലും അവ പൂർണ്ണമായി നിരാകരിച്ച് സ്വമേധയാ ഇദ്ദേഹം
അദ്ദേഹത്തിന്റെ ഉപദേശകരാര് എന്ന് നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ഏതാണ്ട് ചിന്തനീയമാണ്. വ്യക്തമായ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി നിയമനം നടത്തുകയാണ് ഉണ്ടായിരിക്കുന്നത്. ചുരുക്കത്തിൽ ചാൻസലർ എന്ന് പറയുന്ന ഈ ഒരു പൊസിഷൻ, ആ ഒരു സ്ഥാനം, ആ ഒരു ജോലി എന്നത് യാതൊരു തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റിയും ഇല്ലാതെ, യാതൊരു തരത്തിലുള്ള നിയമവാഴ്ചകൾക്കും അടിസ്ഥാനപ്പെടാതെ, കീഴ്വഴക്കങ്ങൾക്കും അടിസ്ഥാനപ്പെടാതെ വ്യക്തമായ ഒരു പ്രത്യയശാസ്ത്ര ധർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ വി സിമാരുടെ നിയമനവും സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിയമനവും ഏറ്റവും അടുത്തുണ്ടായിരിക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ ഇത് വ്യക്തമാണ്. ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത്, ഇത് മുഴുവനും നടക്കുന്നത്, ഇത്തരം ഒരു അവസ്ഥ സംജാതമാകുവാൻ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് UGC റെഗുലേഷനിലുള്ള അപാകത തന്നെയാണ്. ഇത് ഞാൻ വളരെ വിശദമായിട്ട് വേറെ ദിക്കുകളിൽ പറയുകയും എഴുതുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് ദീർഘമായിട്ട് പറയുന്നില്ല, കേവലം സൂചിപ്പിക്കുന്നു. UGCയുടെ റെഗുലേഷൻ, UGC ആക്ട് പ്രകാരം UGCക്ക് റെഗുലേഷൻസ് ഉണ്ടാക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് മൂന്നേ മേഖലകളിലാണ്. ഒന്ന് ടീച്ചിങ്, മറ്റൊന്ന് റിസർച്ച്, മറ്റൊന്ന് എക്സാമിനേഷൻ. ഈ 3 മേഖലകളിൽ മാത്രം റെഗുലേഷൻസ് ഉണ്ടാക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള UGC മെയിൻ്റനൻസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന അവരുടെ റെഗുലേഷൻസിൽ 2010 വരെ ഈ 3 മേഖലകളെ സംബന്ധിക്കുന്ന നിയമങ്ങളാണ് ഉണ്ടാക്കിയത് എന്നുണ്ടെങ്കിൽ 2010 തൊട്ട് വൈസ് ചാൻസലർമാരുടെ നിയമനത്തെ സംബന്ധിക്കുന്ന റെഗുലേഷൻ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തി. യഥാർത്ഥത്തിൽ വൈസ് ചാൻസലർ ഒരു ഭരണകർത്താവാണ്. അധ്യാപകനായിട്ടാണ് വൈസ് ചാൻസലർ ആകുന്നത്. 10 വർഷത്തെ പ്രൊഫസർ പരിചയം വേണം എന്നൊക്കെ പറയുമ്പോഴും അടിസ്ഥാനപരമായ ഒരു വൈസ് ചാൻസലറുടെ ജോലി എന്നത് ഒരു ഭരണകർത്താവ് എന്നുള്ള നിലയ്ക്കാണ്. ഒരു സർവകലാശാലയുടെ ബോഡി കോർപ്പറേറ്റ്, അതിന്റെ ഭരണക്രമത്തിന്റെ ഭാഗമായിട്ടാണ് വൈസ് ചാൻസലറെ കാണുന്നത്. 2010 ഇത് ഉൾപ്പെടുത്തിയപ്പോൾ തൊട്ട് 2020 വരെ ഡോക്ടർ രാജശ്രീയുടെ പിരിച്ചുവിടൽ വരെ ഇതിനെ സംബന്ധിച്ച് യാതൊരു ചർച്ചകളും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് ഗൗരവമായി കാണേണ്ട കാര്യമാണ്. മാത്രമല്ല, ഓരോ ഘട്ടത്തിലും UGC പുതുക്കി ഇറക്കുന്ന റെഗുലേഷൻസിനെ അപ്പാടെ തന്നെ സ്വീകരിച്ചുകൊണ്ട് ആകപ്പാടെ ശമ്പളത്തിന്റെ കാര്യത്തിലോ മറ്റ് സൗകര്യങ്ങളുടെ കാര്യത്തിലോ ചെറിയ നീക്കുപോക്കുകൾ വരുത്തുന്നതൊഴിച്ചാൽ UGC പറയുന്നതിന് യാതൊരു വിമർശനവും ഇല്ലാതെ IAS ഉദ്യോഗസ്ഥർ എക്സിക്യൂട്ടീവ് ഓർഡറുകളായിട്ട് ഇറക്കുകയും അവ നമ്മുടെ സർവകലാശാലകളിലും കോളേജുകളിലും ബാധകമാക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. 2010 തൊട്ട് തന്നെ ഈ 7.3, അന്ന് 7.3 ആണ്, ഇന്ന് UGC റെഗുലേഷൻസിലെ 8.4 ആണ്. VC നിയമനത്തിനുള്ള ആ ഒരു റെഗുലേഷൻ എന്നത് UGC ആക്ടിന് അൾട്രാ വൈറസ് ആണ് എന്നത് വ്യക്തമായൊരു കാര്യമാണ്. പക്ഷേ നിയമപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ സർക്കാരുകളുടെ തലത്തിലോ സംഘടനകളുടെ തലത്തിലോ ഇത് എതിർക്കപ്പെട്ടിട്ടില്ല, ഇത് ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. പ്രശ്നം കൂടുതൽ രൂക്ഷമായത് 2013 ഒരു സുപ്രീം കോടതി വിധിയിൽ ഈ പറയുന്ന റെഗുലേഷൻ UGC ആക്ടിന് അനുസൃതമാണ് എന്ന് യാതൊരു അടിസ്ഥാനവുമില്ലാതെ കണ്ടെത്തുകയും, നേരെ വിപരീതമായൊരു ബോംബെ ഹൈക്കോടതി വിധി അവിടെ നിന്നിരുന്നു. അതിനെ പൂർണ്ണമായി നിരാകരിച്ച് വി ഡോണ്ട് എഗ്രി വിത്ത് ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി അത് ശരിവെക്കുകയും, രണ്ടാമതായി സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആക്ട്, നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ എല്ലാത്തിന്റെയും ആക്ടുകളും സ്റ്റാറ്റ്യൂട്ടുകളും അംഗീകരിക്കുന്നത് സംസ്ഥാന നിയമസഭയാണ്. ആ നിയമസഭ പാസാക്കുന്ന ആക്ടിനേക്കാൾ പ്രാധാന്യം, സൂപ്രമസി എന്നത് ഈ സബോർഡിനേറ്റ് ലെജിസ്ലേഷനായ UGC റെഗുലേഷൻസിനാണ് എന്നും സുപ്രീം കോടതി കണ്ടെത്തി. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഫെഡറൽ വ്യവസ്ഥയിലെ പ്രശ്നം വരുന്നത്. ഒരു പാർലമെന്ററി ബോഡി ആയിട്ടുള്ള, ജനപ്രതിനിധി സഭയായിട്ടുള്ള ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭ പാസാക്കുന്ന നിയമങ്ങളെക്കാൾ കൂടുതൽ പ്രധാനവും ആധികാരികതയും UGCയുടെ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ബോഡി, അത് UGC ആയിരിക്കാം, നാഷണൽ ഹൈവേ കമ്മീഷൻ ആയിരിക്കാം, അത്തരത്തിലുള്ള ഒരു ബോഡി, അവര് 3-4 പേരിരുന്ന് ഉണ്ടാക്കുന്ന ഒരു റെഗുലേഷൻ, പാർലമെന്റിൽ ഒരിക്കലും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു റെഗുലേഷൻ, ഇറ്റ് ഇസ് ഓൺലി ടേബിൾഡ് ഇൻ പാർലമെന്റ്, ടേബിൾ ചെയ്യുന്നേ.
അത് ചർച്ചയും ഉണ്ടാകുന്നില്ല, അതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. അത്തരത്തിലുള്ള ഒരു റെഗുലേഷൻ സംസ്ഥാന നിയമസഭ ഉണ്ടാക്കുന്ന ഒരു നിയമത്തെക്കാൾ ആധികാരികമാണ് ഇറ്റ് ഷാൽ പ്രിവെയിൽ ഓവർ ദ സ്റ്റേറ്റ് ആക്ട് എന്ന് സുപ്രീം കോടതി പറഞ്ഞ ആ 2013 അതുണ്ടാകുന്നത്, കല്യാണി മധുവാനൻ കേസിൽ. അത് അന്ന് ചോദ്യം ചെയ്യപ്പെടേണ്ടതായിരുന്നു, അതിനുശേഷവും ചോദ്യം ചെയ്യപ്പെടേണ്ടതായിരുന്നു. ഇതുവരെയും അത് വേണ്ടും പോലെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇന്നത്തെ അവസ്ഥയിൽ UGC റെഗുലേഷൻസ് നിലനിൽക്കുന്നിടത്തോളം കാലം, ഇതേപടി നിലനിൽക്കുന്നിടത്തോളം കാലം ചാൻസലർ സർവാധിപതിയാണ്. അദ്ദേഹത്തിന് ഏത് നിയമനവും നടത്താനുള്ള അധികാരം UGC അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നു. സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ ഈ VC നിയമനത്തിന്റെ സ്വഭാവം തന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. പല യൂണിവേഴ്സിറ്റികളിലും ഒറ്റ ആളുടെ പേര്, ഏറ്റവും നല്ല ആളുടെ പേര് കൊടുക്കാം ആ സെലക്ഷൻ കമ്മിറ്റിക്ക് എന്നുണ്ടെങ്കിൽ UGC റെഗുലേഷൻസിൽ പറയുന്നത് 3 തൊട്ട് 5 പേരുടെ പേര് കൊടുക്കുക എന്നാണ്. അതിൽ റാങ്കിങ് പാടില്ല, അതിൽ ആരാണ് നല്ലത്, ആരാണ് അത്ര നല്ലതല്ലാത്തത് ഒന്നും പറയാൻ സാധിക്കില്ല. പറയാൻ ഇപ്പൊ നമ്മുടെ തന്നെ സെലക്ഷനിൽ എന്താണ് രീതി എന്ന് ആലോചിച്ചു നോക്കും. സെലക്ഷൻ കമ്മിറ്റിക്കാണ് അന്തിമമായ വാക്ക്. സെലക്ഷൻ കമ്മിറ്റിയാണ് എക്സ്പേർട്സ് ഉള്ളവര്, അവരാണ് സെലക്ഷൻ നടത്തുക. അപ്പോയിന്റ് ചെയ്യുന്ന ആളുകൾ വേറെയാണ്. അത് സിൻഡിക്കേറ്റോ കോളേജിന്റെ മാനേജ്മെന്റോ അല്ലെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളാണ് അപ്പോയിന്റ്മെന്റ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ആ റാങ്കിൽ മാറ്റങ്ങൾ വരുത്താനോ ആരെയാണ് ആദ്യം വെക്കേണ്ടതെന്ന് തീരുമാനിക്കാനോ അവർക്ക് അവകാശമില്ല. അത് സെലക്ഷൻ കമ്മിറ്റിയുടെ അവകാശമാണ്. ഇത്തരത്തിലാണ് UGCയുടെ റെഗുലേഷൻസിലെ അധ്യാപക നിയമനം മുഴുവനും. പക്ഷെ വൈസ് ചാൻസലറുടെ കാര്യം എത്തിയപ്പോൾ ആ ഒരു എന്താ പറയുക നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്, ടു ബി സെലക്ടഡ് ബൈ എക്സ്പേർട്സ് എന്ന് പറയുന്നത് കൃത്യമായി പുറമേ കളഞ്ഞുകൊണ്ട് ഇതിലുള്ള അധികാരം പൂർണ്ണമായി ചാൻസലർക്ക് നൽകുകയും. ആരാണ് ചാൻസലർ? 10ാം ക്ലാസ് പോലും പാസ്സാവേണ്ട ആവശ്യമില്ല. 35 വയസ്സായാൽ ഗവർണറാവാം, ഗവർണറായ ചാൻസലർ ആക്കുക എന്ന നിലയിലേക്ക് മാറിയ ഒരു സ്ഥിതിയാണ് കാണുന്നത്. ഇതിൽ അടുത്തിടെ ഉണ്ടായിരിക്കുന്നത് കേരളം ഒരു സർവകലാശാല ബില്ല് പാസാക്കുകയുണ്ടായി. അത് ഗവർണറുടെ സാധൂകരണത്തിന് കൊടുക്കുകയും അത് പ്രസിഡൻഷ്യൽ അസെന്റിനായിട്ട് ഗവർണർ അംഗീകരിക്കാതിരിക്കുക എന്നുള്ള ഒരു ന്യായം വെച്ചുകൊണ്ട് അത് പ്രസിഡന്റിന്റെ അസെന്റിനായിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്തു. ആ സർവകലാശാല ബില്ല് വരികയാണെങ്കിൽ പോലും അടിസ്ഥാനപരമായി നിൽക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരമാവില്ല എന്നതാണ് വാസ്തവം. കാരണം ചാൻസലർ ആയി ഗവർണർ തുടരുന്നിടത്തോളം കാലം കേന്ദ്രത്തിന്റെ ആജ്ഞാനുവർത്തിയായ കേന്ദ്രത്തിന്റെ അപ്പോയിന്റി ആയിട്ടുള്ള ഗവർണർ തുടരുന്നിടത്തോളം കാലം ഈ പ്രശ്നം തുടരുകയും ചെയ്യും. കാരണം UGC റെഗുലേഷൻസ് ആണ് സംസ്ഥാന നിയമസഭ ഉണ്ടാക്കുന്ന നിയമങ്ങളെക്കാൾ കൂടുതൽ ആധികാരികത എന്ന് നിലനിൽക്കുന്നിടത്തോളം കാലം ഇവിടെ നിയമസഭയിൽ എന്ത് നിയമം പാസാക്കിയാലും ആ നിയമത്തിന് സാധുത വരുന്ന കാര്യം സംശയാസ്പദമാണ്. ഒരേ ഒരു കാര്യം മാത്രമേ സാധ്യമായിട്ടുള്ളൂ. അത് മുൻപ് ചില സംസ്ഥാനങ്ങൾ ചെയ്തു കഴിഞ്ഞു. ആന്ധ്രാപ്രദേശ് ചെയ്തിട്ടുണ്ട്, തമിഴ്നാട് ചെയ്യാൻ ശ്രമിക്കുന്നു. അതൊക്കെ കോടതിയിൽ ചർച്ചയിൽ നിൽക്കുന്ന കാര്യമാണ്. ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ നീക്കം ചെയ്യുക എന്ന് പറയുന്ന അടിസ്ഥാനപരമായ കൊളോണിയൽ വ്യവസ്ഥയുടെ തുടർച്ചയായി നിൽക്കുന്ന ആ കീഴ്വഴക്കത്തെ മാറ്റിക്കൊണ്ട് ചെയ്യാനുള്ള ഒരു ശ്രമം. അത് കേരളത്തിൽ കേരള കലാമണ്ഡലത്തിന്റെ കാര്യത്തിൽ ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള അതിനകത്ത് അത്തരം ഒരു സൗകര്യം ഉള്ളത് കൊണ്ട് ഒരു വ്യക്തിയെയാണ് ചാൻസലർ ആക്കി വെക്കേണ്ടത് എന്നതുകൊണ്ട് ഗവർണറെ ചാൻസലർ ആക്കുന്ന കീഴ്വഴക്കത്തിൽ നിന്ന് മാറി മല്ലിക സാരാഭായിയെ ഒരു വ്യക്തിയെ ചാൻസലറായിട്ട് അവിടെ നിയമിക്കുകയുണ്ടായി. ഇതിന് സമാനമായ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം ഈ പ്രശ്നം കൂടുതൽ സംഘർഷഭരിതമാകും എന്നതിൽ സംശയമില്ല. എനിക്കൊരു വിമർശനം ഇതിൽ ഉന്നയിക്കാനുള്ളത് AKPCT ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഈ വിഷയങ്ങളെ കുറിച്ച് അവധാനതയോടെ പഠിക്കുകയും ഈ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നതും അതിനെ ആ തരത്തിൽ പ്രതിരോധിക്കുവാനും എതിരിടുവാനുമായിട്ട് നമ്മൾ കേവലം സമരങ്ങൾ നടത്തുന്നത് മോശമാണ് എന്നല്ല, സമരങ്ങൾ നടത്തേണ്ടത് വളരെ പ്രധാനമാണ്. പക്ഷെ ആ സമരങ്ങൾ നടത്തുന്നത് കേവലം പ്രകടനാത്മകമായിട്ടുള്ള ഒരു പ്രവൃത്തി എന്നതിനപ്പുറം ഈ നിയമങ്ങളെ ചോദ്യം ചെയ്യാനും ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങളെ മാറ്റിയെടുക്കുവാനുമുള്ള ഗൗരവമായ ശ്രമങ്ങളായി ഇത് മാറിയിട്ടില്ല. അത്തരത്തിലുള്ള ഒരു സംരംഭമായിട്ട് ഇത് മാറിയിട്ടില്ല എന്നുള്ള വിമർശനം പറയാനുണ്ട്.
കാരണം 2013 തൊട്ട് ഈ ഒരു സ്ഥിതി ഇവിടെ നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിലും ഇതുവരെയും അതിനെതിരെ നിയമപരമായ ഒരു പോരാട്ടമോ അല്ല എന്നുണ്ടെങ്കിൽ ഐഫക്ടോയിന്റെ ഭാഗത്ത് നിന്നും ഇതിൽ കക്ഷി ചേരലോ ഇത്തരത്തിലുള്ള യാതൊരു ശ്രമങ്ങളും ഉണ്ടായിട്ടില്ല. ഇത് നമ്മൾ തന്നെ ഗൗരവമായിട്ട് സ്വയം ആലോചിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല ഇതോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത്, ഇപ്പോ ഈ 12 വൈസ് ചാൻസലർമാരെ പിരിച്ചുവിടാനായിട്ട് തിട്ടൂരം ഇറക്കിയല്ലോ കഴിഞ്ഞ ചാൻസലർ. അതിൽ ഈ പിരിച്ചുവിടപ്പെടാനുള്ള സൗഭാഗ്യം ലഭിച്ച ഒരേ ഒരാൾ ഞാനാണെന്ന്. ആ അർത്ഥത്തില് ഞാൻ ഒരു സവിശേഷമായ ജനുസാണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ ഈ വൈസ് ചാൻസലർമാർ കൊടുത്ത കേസുകളിൽ ഒന്നും തന്നെ സർക്കാർ ഒരു നിലപാടും എടുത്തിട്ടില്ല എന്നതും വാസ്തവമാണ്. കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യുകയോ ഈ പറയുന്ന കേസുകളിൽ സാധുതയുണ്ട് എന്ന് പറയുകയോ ചെയ്യുന്ന ഒരു കൗണ്ടർ അഫിഡവിറ്റ് സർക്കാർ ഫയൽ ചെയ്തിട്ടില്ല. സർക്കാർ അതിലെടുത്തിരിക്കുന്ന പൊസിഷൻ എന്നുള്ളത് ഇത് ഞങ്ങളുടെ വിഷയമല്ല, ഇത് ചാൻസലറും യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള വിഷയമാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അല്ലാത്ത രീതിയിൽ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളില്ല എന്നല്ല പറഞ്ഞത്. പക്ഷെ ഒരു സർവകലാശാലയുടെ 99% ഫണ്ടും സർക്കാർ, കേരള സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ കൊടുക്കുമ്പോൾ അങ്ങനെ മാറി നിൽക്കാവുന്ന ഒന്നാണോ എന്നൊരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇത് മാറി നിൽക്കാവുന്ന ഒന്നാണോ എന്നതും. രണ്ടാമത്തത്, ഇത് കേവലം സമവായത്തിലൂടെ തീർക്കാൻ കഴിയുന്നതാണോ എന്നും ഉള്ള ചോദ്യമുണ്ട്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഇത് വളരെ സമഗ്രമായ ഏതെങ്കിലും ഒരു കൂട്ടത്തിലേക്ക് മാത്രം ചുരുങ്ങുന്നതിൽ നിന്നും അപ്പുറം പോകുന്ന അനേകം സംഘടനകളും അനേകം താല്പര്യമുള്ള കക്ഷികളും സർക്കാരും ഒക്കെ ചേർന്ന് വളരെ വിപുലമായ സമരത്തിന്റെയും നിയമ നടപടികളുടെയും രാഷ്ട്രീയപരമായ ഇടപെടലുകളുടെയും ശക്തമായ ഒരു സംരംഭമായി ഇത് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായും ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമായി മാറുകയാണ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം അക്കാദമികമായ ഒരു മേഖലയിലാണ്. അക്കാദമികമായ മേഖലയിൽ ഞാൻ നേരത്തെ തന്നെ നിയമനങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കാര്യം, കേന്ദ്ര സർവകലാശാലകളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ അടുത്തിടെ പുറത്തു വന്ന വളരെ ലളിതമായ ഒരു കണക്കുണ്ട്. അതിൽ സംവരണ പോസ്റ്റുകളിൽ 80% ഒഴിഞ്ഞു കിടക്കുകയാണ്. നിയമനങ്ങൾ നടത്തുന്നില്ല എന്നതാണ്. മാത്രമല്ല പല കേന്ദ്ര സർവകലാശാലകളിലും കേന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും സംവരണ തത്വം തന്നെ പാലിക്കാതെ കേവലം SC/STക്ക് മാത്രമുള്ള സംവരണം എന്ന നിലയ്ക്ക് 20% മാറ്റിവെക്കുകയും കഴിവുള്ളിടത്തോളം ആ സംവരണം നിലനിർത്താതെ അതിൽ നിയമനം നടത്താതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നുണ്ട്. 80% ഓഫ് ദ പോസ്റ്റ് ആർ ലൈക്ക് വേക്കന്റ്. മാത്രമല്ല നിയമനങ്ങൾ നടത്തുന്നതിൽ കൃത്യമായ, ആസാമിലൊക്കെ യൂണിവേഴ്സിറ്റികളിൽ ഇത് പച്ചയായിട്ട് തന്നെ പറയാം, അവിടെ സിലക്ഷൻ നടത്തുന്ന ആ സിലക്ഷൻ കമ്മിറ്റി മീറ്റിംഗിൽ RSSന്റെ ഒരാള് ആ സിലക്ഷൻ കമ്മിറ്റി മീറ്റിംഗിൽ പേര് പറയാതെ വന്നിരിക്കുകയും അയാൾ എഴുതി കൊടുക്കുന്ന പട്ടികയനുസരിച്ച് നിയമനം നടത്തുകയും ചെയ്യേണ്ട ദുരവസ്ഥയാണ് ആസാമിൽ ഉണ്ടാവുന്നത്. ഇതേപോലെ തന്നെയാണ്, ഇത്രയും പ്രത്യക്ഷമായിട്ടല്ല എന്നുണ്ടെങ്കിലും ഏതാണ്ട് ഇതിന് സമാനമായ രീതിശാസ്ത്രം തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നത്. കേരളത്തിൽ അത് ഇതുവരെ ആ നിലയ്ക്ക് സാധ്യമായിട്ടില്ല എന്ന് നിൽക്കുമ്പോൾ അതേസമയം തന്നെ VC-മാർ ഇവർക്ക് ആജ്ഞാനുവർത്തികളാവുകയും ഇവർക്ക് ചേർന്ന സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉണ്ടാവുകയും സിലക്ഷൻ കമ്മിറ്റിയിൽ ചാൻസലറുടെ നോമിനിയും UGCയുടെ നോമിനിയും ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പിന്നീട് അതിന്റെ ഫലം എന്തായിരിക്കും എന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. കാരണം യഥാർത്ഥത്തിലുള്ള ഒരു സിലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് അസാധ്യമാക്കിക്കൊണ്ട് ഈ എക്സ്പേർട്സിനെയും വൈസ് ചാൻസലറെയും ഒക്കെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് ഇതിൽ നിയമനത്തിന്റെ രീതി മാറുന്ന ഒരു സംവിധാനത്തിലേക്ക് അത് പോവുകയും ചെയ്യും. മറ്റൊരു കാര്യം എന്നുള്ളത് കരിക്കുലത്തിലുള്ള വളരെ വിപുലമായ മാറ്റങ്ങളാണ്. അത് പ്രധാനമായും ഭാരതീയ ജ്ഞാന പദ്ധതികൾ, ഇന്ത്യൻ നോളജ് സിസ്റ്റംസ് എന്നുള്ള രീതിയിൽ മാത്രമേ അതിനെ കാണുകയുണ്ടായിട്ടുള്ളൂ. അത് ഒരു പുതിയ വിഷയമായിട്ട് എല്ലാ പ്രോഗ്രാമുകളിലും പഠിക്കേണ്ട, എല്ലാ വിദ്യാർത്ഥികളും പഠിക്കേണ്ട ഒരു സംഗതിയായിട്ട് അത് പരിചയപ്പെടുത്തുകയും അത് നിർബന്ധമാക്കുകയും
മറ്റേതൊരു വിഷയത്തെക്കാൾ പ്രധാനമാണ് ഇത് എന്നുള്ള രീതിയിൽ ഇതിനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഗതി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദമാക്കേണ്ടതില്ല, നിങ്ങൾക്കൊക്കെ വളരെ പരിചയമുള്ള കാര്യമാണ്. അതിന്റെ ഒരു ഐറണി അല്ലെങ്കിൽ വിരോധാഭാസം എന്നത് എല്ലാ രാജ്യങ്ങൾക്കുമുണ്ട്, എല്ലാ സമൂഹങ്ങൾക്കുമുണ്ട്, എല്ലാ ജനതതികൾക്കുമുണ്ട് അവരുടേതായിട്ടുള്ള ജ്ഞാന പദ്ധതികൾ. ഈ ജ്ഞാന പദ്ധതികൾ, ഏതെങ്കിലും ഒരു ജ്ഞാന പദ്ധതി ഇറാനിന്റെ അല്ലെങ്കിൽ സിറിയൻ ജ്ഞാന പദ്ധതി അല്ലെങ്കിൽ അസ്ടെക് സമൂഹത്തിന്റെ സൗത്ത് അമേരിക്കയിലെ ജ്ഞാന പദ്ധതികൾ, അവരാണ് ഏറ്റവും ആദ്യം താരങ്ങളുടെ നിലയും മറ്റുമൊക്കെ ഗണിച്ചുണ്ടാക്കിയതും എന്നാണ് ഗ്രഹണമുണ്ടാവുക എന്നൊക്കെ ഗണിച്ചുണ്ടാക്കിയത് അസ്ടെക്കുകാരാണ്. അതിന്റെ തെളിവുകളുണ്ട്. ഇത് ഓരോ കാലത്ത് ഓരോ സമൂഹങ്ങൾ വികസിക്കുന്നതനുസരിച്ചുണ്ടാകുന്ന ജ്ഞാന പദ്ധതികൾ സ്വാഭാവികമാണ്. അവയിൽ ഏതെങ്കിലും ഒന്നിന് അപ്രമാദിത്വവും ശരിയും കൽപ്പിച്ചുകൊണ്ട് ബാക്കിയൊക്കെ അപകർഷമാണ്, ചെറുതാണ്, അപ്രധാനമാണ് എന്ന് സ്ഥാപിച്ചെടുക്കുകയും പ്രധാനമായും ആധുനികമായ ജ്ഞാനങ്ങൾ എന്നത് ഈ വളരെ പൗരാണികമായ ജ്ഞാനത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് മാത്രമേ നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നും മാത്രമല്ല ഇതൊക്കെ പണ്ടേ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ഒരു നൊസ്റ്റാൾജിക് വാദവും കൊണ്ട് യഥാർത്ഥത്തിൽ ഇത് ചെയ്യുന്നത് വളരെ ഗൗരവവും തീക്ഷ്ണവുമായ ഒരു ഇടപെടലാണ്. ജ്ഞാന സമ്പാദനവും ജ്ഞാന ഉൽപാദനവും ജ്ഞാന അന്വേഷണവും എന്ന് പറയുന്നത് വിമർശനപരമായിട്ടുള്ള ഒരു ഉദ്യമമാണ് എന്നുണ്ടെങ്കിൽ അവയെ എന്ത് നാം പഠിക്കുന്നുവോ, എന്ത് നാം വായിക്കുന്നുവോ, എന്ത് നാം പരീക്ഷണങ്ങളിലൂടെ ശ്രമിക്കുന്നുവോ അതിനെയെല്ലാം വിമർശനപരമായി നോക്കിക്കാണുവാനുള്ള ഒരു പ്രത്യേക ഒരു എപ്പിസ്റ്റമോളജിക് സമീപനം എന്ന് പറയുന്നത് ജ്ഞാനസിദ്ധാന്തപരമായ ഒരു സമീപനത്തെ പൂർണ്ണമായി നിരാകരിക്കുകയും ഭൂതകാലത്തിന്റെ ഒരാഘോഷമായി അത് മാറുകയും ചെയ്യും. അതിന്റെ പൊളിറ്റിക്കൽ കണ്ടന്റിലേക്ക് പോകണ്ട, അത് നിങ്ങൾക്കറിയാം. അത് നമ്മുടെ യുവ ജനതയെ, നമ്മുടെ ചെറുപ്പക്കാരെ, ഇനി വരുന്ന തലമുറകളെ വളരെ ഭീകരമായി ബാധിക്കുമെന്ന് മാത്രമല്ല, അവരെ ലോകത്തിന്റെ മുന്നിൽ അവരെ ആക്ഷേപപാത്രങ്ങളായിട്ട്, പരിഹാസ കഥാപാത്രങ്ങളാക്കി മാറ്റുകയും ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഇപ്പൊ ഇംഗ്ലീഷിനോടുള്ള വിപ്രതിപത്തി, ഹിന്ദി മാത്രം വേണമെന്ന് പറയുന്നത് വളരെ സങ്കുചിതമായ ഒരു സംസ്കൃതത്തിന്റെ ആഘോഷവും ഒക്കെ ഇതിലേക്ക് പോകുന്നതാണ്. പക്ഷെ അതോടൊപ്പം കാണേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ ഒരു ഇടപെടൽ ഇന്ത്യൻ നോളജ് സിസ്റ്റംസിലൂടെ മാത്രമല്ല, നമ്മുടേതായ അല്ലെങ്കിൽ ഇന്ന് നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട വിഷയമേഖലകളിലെല്ലാം, വിജ്ഞാന മേഖലകളിലെല്ലാം യുക്തിയുടെയും വിമർശനത്തിന്റെയും ശാസ്ത്രീയമായ കാഴ്ചപ്പാടിന്റെയും കൃത്യമായ സബ്വേർഷൻ നടത്തുന്ന രീതിയിൽ പലതും നീക്കം ചെയ്യുകയും പലതും മാറ്റിയെടുക്കുകയും ചരിത്രത്തിൽ പ്രത്യേകിച്ച് ചില കാലങ്ങളെ പൂർണ്ണമായി വിസ്മൃതിയിലാക്കുകയും അല്ലെങ്കിൽ തേച്ചുമാച്ചു കളയുകയും ചെയ്യുന്ന ശാസ്ത്രത്തിനകത്ത് തന്നെ IIT-യിലും മറ്റുമൊക്കെ ഫണ്ടിങ് കൊടുക്കുന്നത് ചില പ്രത്യേക രീതിയിൽ യോഗയുടെ ആരോഗ്യപരമായ സവിശേഷതകൾ എന്താണ്, രോഗനിവാരണത്തിന് യോഗ ചെയ്തത് കൊണ്ട് എന്താണ് ഫലം, എന്താണ് ഗുണപ്രദമായ ഫലം, ഇത്തരത്തിൽ വളരെ സങ്കുചിതമായ ഒരു മേഖലയിലേക്ക് ഇന്ത്യൻ ജ്ഞാനം അല്ലെങ്കിൽ ഭാരതീയ ജ്ഞാനം എന്ന് പറയുന്നതിനെ ആഘോഷിക്കുവാൻ ഉതകുന്ന രീതിയിലേക്കുള്ള ഗവേഷണ ഉദ്യമങ്ങൾ, അത്തരത്തിലുള്ള കോഴ്സുകൾ, അത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ, അത്തരത്തിലുള്ള നൊഡ്യൂളുകൾ മുതലായവ കരിക്കുലത്തിന്റെ എല്ലാ തലത്തിലും കൊണ്ടുവന്നുകൊണ്ട് ആധുനികമായ സമകാലികമായ ഒരു വിദ്യാഭ്യാസം എന്ന സാധ്യതയെ തന്നെ അട്ടിമറിക്കുന്ന ഒരു ശ്രമം ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. ഇതില് വളരെ സിമ്പിളായിട്ട് ഞാൻ ഇത് പറയുകയാണെങ്കിൽ, ദിസ് ഇസ് എ മെത്തേഡ് ടു മേക്ക് ഷുവർ ദാറ്റ് അവർ യങ്ങർ ജനറേഷൻ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് റിയാലിറ്റി. യാഥാർത്ഥ്യം എന്ത് എന്ന് അറിയാനുള്ള ശ്രമത്തിൽ നിന്നും നമ്മുടെ യുവതലമുറയെ മാറ്റിയെടുക്കാനും ചില ഫിക്ഷൻസ്, ചില മിഥ്യകൾ, ചില കഥകൾ എന്ന് പറയുന്നത് അതിൽ ഇവർ വിശ്വാസം അർപ്പിക്കുവാനുമുള്ള ഒരു പൊളിറ്റിക്കലായിട്ടൊരു അജണ്ടയാണ് ഇതിൽ നടക്കുന്നത്. കേരളത്തില് രണ്ട് രീതികളിലാണ് ഇത് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെയും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടി വരും. കേരളത്തിലെ പ്രതിസന്ധി എന്നത് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളിൽ എൻറോൾമെന്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളിലും എൻറോൾമെന്റ് വളരെ ശക്തമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
പല സർവകലാശാലകളിലും, ഒരുവിധം പ്രധാനപ്പെട്ട സർവകലാശാലകളിലെല്ലാം 40%, 30 തൊട്ട് 40% വരുന്ന സീറ്റുകൾ ഒഴിവ് കിടക്കുന്നു. ചില വിഷയങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു കുറവ് ഇല്ലാതെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒട്ടുമിക്ക എല്ലാ വിഷയങ്ങളിലും ഇത് ഉണ്ടാവുകയും ചെയ്യുന്നു. എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് ഗൗരവമായിട്ട് പരിശോധിക്കേണ്ടി വരും. നിങ്ങൾ പാലക്കാട് ഒന്ന് പോവുകയാണെങ്കിൽ, രാവിലെ ഒരു 6-6:30 മണിക്ക് പോവുകയാണെങ്കിൽ, ഞാൻ പലരോടും പറയാറുള്ളതാണ്, അവിടെ ഒരു 10,000 1500ഓളം വാഹനങ്ങൾ, ബസ്സുകള്, ടെമ്പോകള്, മിനി വാൻ എന്നൊക്കെയുള്ള രീതിയിലുള്ള വാഹനങ്ങള് കുട്ടികളെയും കയറ്റി 6:30 മണി തൊട്ട് കോയമ്പത്തൂരിലുള്ള സ്ഥാപനങ്ങളിലേക്ക് പോകുന്നത് കാണാം. ഇതൊക്കെ കേരളത്തിലെ കോളേജുകളിലും കേരളത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പഠിച്ചിരുന്നവർ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതര സാധ്യതകൾ തേടി പോകുന്നതാണ്. കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ, അടുത്തിടെ വരെ ഉണ്ടായിരുന്ന നമ്മുടെ പല അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾ, അതിലുള്ള എൻറോൾമെന്റ്, കുട്ടികൾ വരുന്നത് അടിസ്ഥാനപരമായി പ്രച്ഛന്നമായൊരു തൊഴിലില്ലായ്മയായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ജോലി കിട്ടുമായിരുന്നെങ്കിൽ, സ്വന്തം ജീവിത സന്ധാരണം നടത്തുവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ അവർക്ക് കഴിയുമായിരുന്നെങ്കിൽ അതിന് പോകുമായിരുന്നവർ, അതിന് കഴിയാത്തത് കൊണ്ട് മാത്രം BA ഇംഗ്ലീഷും BA മലയാളവും BA ഹിസ്റ്ററിയും അല്ലെങ്കിൽ BSc ഫിസിക്സ്, ഞാൻ ഇത് ഏതെങ്കിലും വിഷയത്തെ പ്രധാനമായിട്ട് പറയാനല്ല, ഇതിലേക്ക് വരാൻ നിർബന്ധിതരാവുകയും അങ്ങനെ BAയും പിന്നെ MAയും പിന്നെ നിവൃത്തിയില്ലാതെ പിന്നെ PhDയും ചെയ്യുന്ന ഒരു കാമഫ്ലാഷ്ഡ് അൺഎംപ്ലോയ്മെന്റ് ആയിട്ട് ഇത് മാറിയിട്ടുണ്ടായിരുന്നു. ഇന്ന് വരുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലം എന്നത്, ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് മറ്റ് പല സാധ്യതകളും തുറന്നു കിട്ടിയതോടുകൂടി പുതിയ തരത്തിലുള്ള, പുതിയ സാഹചര്യത്തിലുള്ള ജോലികൾക്ക് അനുസൃതമായ പുതിയ മേഖലകളിലുള്ള പഠനം സാധ്യമായതോടുകൂടി ഇത്തരം കോഴ്സുകളിലേക്ക് പോവേണ്ടതായി ആവശ്യമില്ലാതെ വരും. അതോടെ നമ്മുടെ കോഴ്സുകളിൽ നിന്നും, നമ്മുടെ പ്രോഗ്രാമുകളിൽ നിന്നും ഇതുപോലെയുള്ള ജോബ് ഓറിയന്റഡ് എന്ന് പറയുന്ന, വൊക്കേഷണൽ എന്ന് പറയുന്ന, അതിൽ ചിലതൊക്കെ എത്ര ശരിയാണ് എന്നൊക്കെ വളരെ സംശയാസ്പദമാണ്, എന്നിരുന്നാലും അതിലേക്കുള്ളൊരു വലിയ ഒഴുക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതില് വിമർശനപരമായി 2 കാര്യങ്ങൾ പറയേണ്ടത്. ഒന്ന്, ആ രീതിയിൽ മാറുന്ന കാലത്തിനനുസരിച്ച് നമ്മുടെ പ്രോഗ്രാമുകളോ നമ്മുടെ വിദ്യാഭ്യാസ രീതികളോ മാറ്റിയെടുക്കുവാനുള്ള ശ്രദ്ധ നമ്മളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നാം ഗൗരവമായി ചോദിക്കണം. കാരണം ഇപ്പൊ ഈ പുതിയ 4-year പ്രോഗ്രാം, അതെല്ലാം ശരിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിനകത്ത് പല പ്രോബ്ലംസും ഉണ്ടായിട്ടുണ്ട്. അത് കമ്മീഷൻ, UGCയുടെ നിയമം അനുസരിച്ചിട്ടല്ല ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ അതിനകത്ത് റെക്കമെൻഡേഷൻസ് കൊടുത്തിരുന്നത്. പക്ഷെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഉണ്ടാക്കി കൊണ്ടുവന്ന റെഗുലേഷൻസ് ഏതാണ്ട് പൂർണ്ണമായി UGCയുടെ രീതിയെ പിന്തുടർന്നുകൊണ്ടാണ് എന്ന വാസ്തവവും നിൽക്കുന്നു. എന്നിരുന്നാലും അതിനകത്തുണ്ടായിരുന്ന ഒരു സാധ്യത എന്നത്, നമ്മുടെ വിദ്യാഭ്യാസത്തിനകത്ത് നിൽക്കുന്ന പലപ്പോഴും കാലത്തിനനുസൃതമായ ഈ അല്ലാത്ത ഘടകങ്ങളെ നീക്കം ചെയ്ത് പുതിയ തരത്തിലുള്ള പ്രോഗ്രാമുകളും കോഴ്സുകളും കൊണ്ടുവരാനുള്ള വിദ്യാർത്ഥികൾക്ക് താല്പര്യവും അവർക്ക് പ്രയോജനപ്രദവുമാകുന്ന, പ്രായോഗികമായും അല്ലാതെയും, പിന്നെ കൂടുതൽ ഗവേഷണോത്സുകരായിട്ടുള്ള ആളുകൾക്ക് അത്തരം ഗവേഷണത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതകളും തുറക്കാവുന്ന ഒരു വലിയ പോയിന്റ് ഓഫ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് അതിനെ കാണാമായിരുന്നു എന്നുണ്ടെങ്കിൽ, അത് ആ വിധത്തിൽ ഇവിടെ നടക്കാതെ പോയതിൽ ഒരു വലിയ പങ്ക് അധ്യാപകർക്കുണ്ട് എന്ന് പറയാൻ നിർത്തിയില്ല. അതിന് കാരണങ്ങൾ ഉണ്ടായിരിക്കാം, ഞാനത് സമ്മതിക്കുന്നു. കാരണം പലപ്പോഴും ജോലിയുടെ അധ്വാന ഭാരത്തിന്റെ വർക്ക് ലോഡാണല്ലോ ഒരു പ്രശ്നം. അത് വെച്ചിട്ട് സ്വന്തം ജോലി സംരക്ഷിക്കുക, ഈ പോസ്റ്റുകൾ നഷ്ടപ്പെടാതിരിക്കുക മുതലായ പരിഗണനകൾ പ്രധാനമാകുമ്പോൾ തന്നെ ആത്യന്തികമായി നമ്മൾ പഠിപ്പിക്കുന്നത് വരുന്ന തലമുറയിലെ വിദ്യാർത്ഥികളെയാണ് എന്നും അവർക്ക് വരും കാലങ്ങളിൽ ഉപയോഗപ്രദമാകുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ഒരു ഉദ്ദേശശുദ്ധി പലപ്പോഴും ഇതിലില്ലാതെ പോയിട്ടുണ്ട്. അത് കേരളത്തിന്റെ പ്രതിസന്ധിയെ കൂടുതൽ യുക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നൊരു അഭിപ്രായമുണ്ട്. ഇത് ഞാൻ പറയാൻ കാര്യം, ഈ വലതുപക്ഷവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള കരിക്കുലർ ചേഞ്ചസ് വരുമ്പോൾ ആ കരിക്കുലർ ചേഞ്ചസിനെ വേണ്ട രീതിയിൽ സംബോധന ചെയ്യണമെന്നുണ്ടെങ്കിൽ
പ്രതിരോധം നടത്തണമെന്നുണ്ടെങ്കിൽ അത് നാം അതിനെക്കുറിച്ച് വിമർശനപരമായി പറയുക മാത്രമല്ല വേണ്ടി വരിക, അതിന് ബദൽ എന്ന രീതിയിൽ, അതിനൊരു ഓൾട്ടർനേറ്റീവ് എന്ന രീതിയിൽ കുട്ടികൾക്ക് കൂടുതൽ പ്രയോജനപ്രദമാവുകയും അവർക്ക് സഹായകമാവുകയും ചെയ്യുന്ന കോഴ്സുകളും പ്രോഗ്രാമുകളും ഉണ്ടാക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് അത് ബദൽ ആയിട്ട് മാറുന്നത്. അത്തരം ബദലുകൾ സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് രണ്ടാമത്തെ വിഷയത്തിൽ ചോദിക്കേണ്ടി വരും. അപ്പൊ ഇവിടെ വേറൊരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ തിരിച്ച ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ഈ VC-മാര് ഇതിന് പങ്കെടുത്തു എന്ന് പറയുന്ന കാര്യത്തിൽ ഈ ഒരു അക്കാദമിക തലത്തിലുള്ള വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുവാൻ തന്നെയാണ് ഈ ശിബിരം നടക്കുന്നത്. കാരണം ആത്യന്തികമായി ഭരണം ഒരു വശത്തിലൂടെ പിടിക്കുകയും അത് കൈക്കലാക്കുകയും ചെയ്യുകയും അടുത്ത ഘട്ടത്തിൽ അടുത്ത പടിയായി ഇവിടെയുള്ള പഠനക്രമങ്ങളെയും പഠന രീതികളെയും ഇവിടുത്തെ പാഠപുസ്തകങ്ങളെയും പഠന വിഷയങ്ങളെയും തന്നെ ഇവർക്ക് താല്പര്യങ്ങൾക്ക് അനുസൃതമായി മാറ്റിയെടുക്കാനുള്ള അടുത്ത ഒരു കരിക്കുലർ എൻട്രൻസ് അല്ലെങ്കിൽ ഒരു കരിക്കുലർ ഇനീഷ്യേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമം തന്നെയാണ് ഇതിൽ പ്രധാനമായി ഉണ്ടാവുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. അതിനിപ്പോ ഈ VC-മാര് അതിന് പോകുന്നതിന് അവര് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോന്ന് അറിയില്ല കേട്ടോ. കാരണം അവര് ചാൻസലർ നിയമിച്ചിട്ടുള്ള ആളാണ്, അവര് പോകുന്നു. അപ്പൊ അവര് വിളിച്ച സ്ഥിതിക്ക് നിയമിച്ച ആൾക്കാരായ കാരണം അവര് പോകുന്നു. AKPCTയെയും ഇവിടുത്തെ ഇടതുപക്ഷ സംഘടനകളും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം, ഈ വൈസ് ചാൻസലർമാരിൽ എത്ര പേർ ഈ സംഘടനകളിലെ അംഗങ്ങളായിരുന്നു എന്നും കൂടി ഒന്ന് ചോദിക്കേണ്ടത് പ്രധാനമായിരിക്കും. കാരണം അതിലേക്കാണ് ഞാൻ അടുത്തതായിട്ട് വരുന്നത്. ഈ പ്രതിസന്ധിയുടെ വളരെ സമഗ്രമായ ഒരു രീതി കാണുമ്പോൾ ഞാൻ നേരത്തെ എറിക്ക മാനിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. നാസി ജർമ്മനിയിൽ വെച്ച് നടന്നിരുന്ന വിദ്യാഭ്യാസ ക്രമങ്ങളുടെ വളരെ ഗൗരവമായ മാറ്റത്തെക്കുറിച്ച് അവരെഴുതിയിരിക്കുന്ന സ്കൂൾ ഫോർ ബാർബേറിയൻസ് എന്ന പുസ്തകം, അതിപ്പോ ശ്രീജിത് ദിവാകരൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എൻ്റെ ഒരു അവതാരികയായിട്ട് അത് ഇറങ്ങുന്നുണ്ടാവും. അതും കഴിവതും വായിക്കേണ്ട ഒരു സംഗതി. കാരണം ഇന്ന് കേരളത്തിൽ ഇന്ന് ഇന്ത്യയില് ഹിന്ദുത്വയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസത്തിലുള്ള ഇടപെടലുകളുടെ കൃത്യമായ ഒരു മോഡലാണ് ഈ എറിക്ക മാനിന്റെ ജർമ്മനിയിൽ നടന്ന ആ സംരംഭങ്ങളുടെ വിവരണം നമുക്ക് നൽകുന്നത്. കാരണം ഏറ്റവും ചെറിയ കുട്ടിക്കാലം മുതൽ സംഘടനകൾ രൂപീകരിക്കുകയും കിൻഡർ നാസീസ്, യങ് നാസീസ് എന്നൊക്കെ പറയുന്ന പേരിലുള്ള സംഘടനകൾ രൂപീകരിക്കുകയും അതിലൂടെ വളരെ കൃത്യമായ പ്രത്യയശാസ്ത്ര പ്രസരണം നടത്തുകയും ഇവരെയെല്ലാം നാസി ഐഡിയോളജിയുടെ ഭാഗമാക്കി മാറ്റുകയും അതിന് തയ്യാറാവുന്നവർക്ക് പാരിതോഷികങ്ങളും സമ്മാനങ്ങളും അവാർഡുകളും നൽകുകയും അത്തരത്തിൽ അവരുടെ പൂർണ്ണമായ വിധേയത്വം കൈക്കലാക്കുകയും ചെയ്യുന്ന വളരെ ശക്തമായ ഒരു പ്രക്രിയ അതിനകത്ത് കാണാൻ കഴിയും. ഇവിടെയും അത്തരത്തിലൊരു സംഗതി തന്നെയാണ് വളരെ സാവകാശത്തിലാണെങ്കിലും കൃത്യമായി നടപ്പിലാക്കപ്പെടുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത്, ഇതൊരു പക്ഷെ സെമിസ്റ്റർ സിസ്റ്റമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. പക്ഷെ മുൻപുള്ള അവസ്ഥയിൽ നിന്നും ഇന്നുണ്ടായിരിക്കുന്ന ഒരു വലിയ വ്യത്യാസം എന്നത്, ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴും ഞാൻ അധ്യാപകനായി ആരംഭിച്ച കാലത്തും ഉണ്ടായിരുന്ന ഒരവസ്ഥ എന്നത്, അധ്യാപകരുടെ പങ്കാളിത്തം അല്ലെങ്കിൽ അവരുടെ റോൾ എന്ന് പറയുന്നത്, അവരുടെ ചുമതല എന്ന് പറയുന്നത് ക്ലാസ് മുറികളിലേക്ക് ചുരുങ്ങിയിരുന്നില്ല എന്നതാണ്. പലപ്പോഴും അധ്യാപകർ ക്ലാസ് മുറികൾക്ക് പുറത്താണ് ഏറ്റവും ശക്തമായിട്ട് ഇടപെട്ടിരുന്നത്. അവർ ഒരർത്ഥത്തിൽ ഈ ക്യാമ്പസിനകത്തെയും വേണ്ട പുറമെയുമുള്ള ഒരു പൊതുബോധ നിർമ്മിതിയിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നു. എഴുത്തുകാരായിട്ടും പ്രഭാഷകരായിട്ടും അല്ലെങ്കിൽ വിദ്യാർത്ഥികളായിട്ട് ചർച്ചകൾ നടത്തുന്നതിലൂടെയും അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇപ്പോ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘടനകൾ രൂപീകരിക്കുന്നതിലൂടെയും ഒരർത്ഥത്തിൽ അധ്യാപക വിദ്യാർത്ഥി ബന്ധം എന്നത് ഇന്നില്ല എന്നല്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷെ അതിന്റെ സ്വഭാവം മാറിയിട്ടുണ്ട്. ആ സ്വഭാവം മാറിയതിൽ വലിയൊരളവോളം പുതിയ ഒരു തലമുറയുടെ കാഴ്ചപ്പാടുകളും അവരുടെ അനുഭവ മണ്ഡലവുമായി അധ്യാപകർ എന്ന നിലയ്ക്ക് നാം അതിൽ നിന്നും അന്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടോ, അവരോട് സംസാരിക്കാനുള്ള സാധ്യത നമ്മൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അവർ പ്രധാനമായി കരുതുന്നത് അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന മീഡിയകള്, ഇപ്പൊ മൊബൈൽ ഫോൺ മുതലായിട്ടുള്ള അവരുപയോഗിക്കുന്ന മീഡിയകള്
അതിനോട് നമ്മൾ സ്വീകരിക്കുന്ന സമീപനത്തിന്റെ രീതി എന്താണ് എന്നത് ഒരുപക്ഷെ വിമർശനാത്മകമായി നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഒരർത്ഥത്തിൽ ഈ പ്രചരണത്തിന്റെ തലത്തിൽ ഒരു പൊതുബോധ നിർമ്മിതിയിൽ, വിദ്യാർത്ഥികളുടെ തന്നെ ഒരു പൊതുബോധ നിർമ്മിതിയിൽ രാഷ്ട്രീയപരമായൊരു ഉള്ളടക്കം, രാഷ്ട്രീയപരമായൊരു സമീപനം നിർമ്മിക്കുന്നതിൽ പലപ്പോഴും അധ്യാപകർക്ക് മുമ്പുണ്ടായിരുന്ന പങ്ക് ഇന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നത് എനിക്ക് ഒരു നിലയ്ക്ക് തോന്നുന്നു. മാത്രമല്ല, വേറൊരു വശം അതിലുണ്ടാകുന്നത്, ഇതും ഞാനിപ്പോ ഞാൻ പണ്ട് AKPCTA-കാരനാണെന്ന് പറഞ്ഞതാണ്. ഈ സന്ദേശവാഹകനെ കൊല്ലരുത് എന്നൊരു വാക്കുണ്ട്, ദൂതനെ കൊല്ലരുത് എന്ന് പറയാറുണ്ട്. അപ്പോ ഞാൻ ഈ പറയുന്നത് വിമർശനമായ കാരണം ഇദ്ദേഹത്തിനെ എന്നാൽ നമ്മൾക്ക് ഹനിച്ചു കളയാമെന്ന് തീരുമാനിക്കരുത്. ഞാനും പണ്ഡിതിന്റെ ഭാഗമായ കാരണം ഇത്രയും സത്യസന്ധമായി പറയേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. വൈസ് ചാൻസലർ ആയിരിക്കുമ്പോൾ ഉള്ള എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, അത് ആ ഒരു സർവകലാശാലയിൽ മാത്രമല്ല, കരിക്കുലത്തിന്റെ കാര്യത്തിലാണെങ്കിലും മാറ്റങ്ങളുടെ കാര്യത്തിലാണെങ്കിലും പുതിയ സിസ്റ്റം കൊണ്ടുവരുന്ന കാര്യത്തിലാണെങ്കിലും പലപ്പോഴും അധ്യാപകർ ഇതിനോട് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു പൊസിഷൻ ആണ് എടുത്തിരിക്കുന്നത്. പലപ്പോഴും കരിക്കുലത്തെ സംബന്ധിച്ച് വളരെ വലതുപക്ഷപരം എന്ന് വരെ വിശേഷിപ്പിക്കാവുന്ന എന്നേ ഞാൻ പറയുന്നുള്ളൂ, സമീപനങ്ങൾ വരെ അതിനകത്തുണ്ടായിട്ടുണ്ട്. ചില വിഷയങ്ങളെ മാറ്റി നിർത്തല്, ചിലത് മാത്രമേ പഠിപ്പിക്കാൻ തയ്യാറുള്ളൂ, ചിലത് പഠിപ്പിക്കേണ്ടതുണ്ട്, ഇന്ന രീതിയിലേ പഠിപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്ന, ഏതാണ്ട് ശീലിച്ചു വന്ന പല കാര്യങ്ങളിൽ നിന്നും വ്യതിചലിക്കുവാനുള്ള വൈമനസ്യം എന്നത് പുതിയൊരു രീതിശാസ്ത്രങ്ങളിലേക്ക് സ്വയം പുനരുൽപാദിപ്പിക്കുവാൻ, റീക്രിയേറ്റ് വൺ സെൽഫ് എന്ന് പറയുന്നതിന് ഒരു തയ്യാറില്ലായ്മ കൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസത്തിന് മുൻപുണ്ടായിരുന്ന, ഇനിയും ഉണ്ടാകേണ്ട ഒരു പുരോഗമനപരം, ഞാൻ അതിനെ രാഷ്ട്രീയപരമായിട്ട് മാത്രമല്ല അത് പറയുന്നത്, ശരിക്കും മുൻപോട്ട് പോക്ക് എന്ന നിലയ്ക്ക് കട്ടിംഗ് എഡ്ജ് ആയിട്ട് മാറുന്ന ഒരു ബദൽ സംവിധാനമാക്കി മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്ന ഒരു ഇതാണ്. ഈ 3 മേഖലകളിലാണ് ഇതിലെ ഇടപെടലുകൾ ശക്തമായിട്ട് വരുന്നത്. ഈ കസാൻഡ്ര എന്ന് പറയുന്ന ഒരു പുരാണ കഥാപാത്രമുണ്ട്. ഈ കസാൻഡ്രയുടെ ഏറ്റവും വലിയ കഷ്ടം എന്താണെന്ന് വെച്ചാൽ, കസാൻഡ്ര ട്രോജൻ മിത്തുകളിലെ, ഹോമറിന്റെയൊക്കെ മിത്തുകളിലുള്ള ഒരു കഥാപാത്രമാണ്. അവർ ഭാവി കാലത്തെ കുറിച്ച് പ്രവചനങ്ങൾ നടത്തും. അവർ പറയുമ്പോൾ അത് മുഴുവനും തെറ്റാണെന്ന് അവിടെ ചുറ്റുമുള്ളവർ അപഹസിക്കുകയും പിന്നീട് ഇത് യഥാർത്ഥത്തിൽ നടന്നു കഴിയുമ്പോൾ ആരും കസാൻഡ്രയെ ഓർക്കാതിരിക്കുകയും ചെയ്യും എന്ന് പറയുന്ന ഒരു വിധിയാണ് കസാൻഡ്രയ്ക്ക് ശാപമായിട്ട് ലഭിച്ചിട്ടുള്ളത്. ഇത് കുറച്ചൊരു കസാൻഡ്ര തലത്തിലായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. പക്ഷെ പറയാതെ ഗത്യന്തരമില്ലാതെ പറയുകയാണ്, ഇന്ന് വരെ നാം അനുശീലിച്ചു വന്നിട്ടുള്ള രീതികളിൽ നിന്നുകൊണ്ട് നമ്മുടെ സമര അധ്യയന പദ്ധതികളിൽ മുമ്പുണ്ടായിരുന്നതിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇതിനെ അഭിമുഖീകരിക്കാൻ കഴിയും എന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം ഇത് നേരത്തെ ഡോക്ടർ നിശാന്ത് സൂചിപ്പിച്ച പോലെ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കൊണ്ട് രൂപപ്പെട്ട് പാകപ്പെട്ട് വന്ന് മെച്ചുവറായി കഴിഞ്ഞിട്ടുള്ള, പ്രായപൂർത്തിയായി കഴിഞ്ഞിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രവും പ്രയോഗ പദ്ധതിയുമാണ്. അവർ സംവാദത്തിനും ചർച്ചയ്ക്കും ഒക്കെ തയ്യാറാണെന്ന് പറയും, പക്ഷേ അവരുടെ അജണ്ടകളിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. ഈ മാറ്റം ഉണ്ടാവുകയില്ല എന്നതിന്റെ കൃത്യമായ ദൃഷ്ടാന്തമാണ് കഴിഞ്ഞ 100 വർഷത്തെ ചരിത്രം നാം പരിശോധിക്കുകയാണെങ്കിൽ. സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് പോലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുവാൻ തയ്യാറായി ഇവരുടെ ചെറുപ്പക്കാർ പോയപ്പോൾ അവരോട് പറഞ്ഞത്, സ്വാതന്ത്ര്യ സമരത്തിന് എന്തിനാ നിങ്ങൾ പോകണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ ഇവിടത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തി കൃത്യമായി ഹിന്ദുത്വയുടെ പ്രചാരകരാക്കി മാറ്റിയെടുത്ത ഒരു ചരിത്രം കൂടിയുണ്ട്. അവർക്ക് ലക്ഷ്യം കൃത്യമാണ്, അതിനുള്ള പദ്ധതികളും കൃത്യമാണ്. അതങ്ങനെ നിൽക്കുമ്പോൾ, ശത്രു ഇത്ര ശക്തമായിരിക്കുമ്പോൾ വളരെ ശിഥിലമായ രീതിയിലുള്ള പ്രകടനാത്മകമായിട്ടുള്ള സമരങ്ങൾ കൊണ്ട് മാത്രം ഒരു പരിഹാരം ഉണ്ടാവില്ല എന്നും, ഇത് അതിഗൗരവമായ തരത്തിൽ വലിയ ശൃംഖലകൾ രൂപീകരിച്ച് കേരളത്തിലെയും കേരളത്തിന് പുറത്തുമുള്ള അധ്യാപകരുടെയും അനധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സർക്കാരുകളുടെയും ഒക്കെ വലിയ ഒരു ശൃംഖല രൂപീകരിച്ച്
ഹിന്ദുത്വയോടുള്ള ഒരു പൊതു പ്രതിരോധത്തിന്റെ, വളരെ വിപുലമായ രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള ഒരു പ്രതിരോധമായി ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ ഇത് തുടങ്ങുകയും ചെയ്യേണ്ട ആവശ്യകതയാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് ഇത് ഈ ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കിയാൽ മതി. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ കൂട്ടായ സദസ്സുകളിലും അല്ലെങ്കിൽ സൗഹൃദ കൂട്ടങ്ങളിലും എന്തിന് നമ്മളുടെ ഓർഗനൈസേഷണൽ ആയിട്ടുള്ള വാട്സാപ്പ് മീഡിയയിലൊക്കെ നമ്മൾ പലപ്പോഴും പങ്കുവെക്കുന്ന, ഷെയർ ചെയ്യുന്ന പല സന്ദേശങ്ങളും പല മെസ്സേജസും ഒന്ന് ശ്രദ്ധിക്കുന്നതായാൽ ഏതോ നിലയ്ക്ക് അടിസ്ഥാനപരമായി ഉള്ളിന്റെ ഉള്ളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു നിലയ്ക്ക് ഹിന്ദുത്വ എന്ന് പറയുന്നത് സാധൂകരിക്കപ്പെട്ടു വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഹസ് ബീൻ ലെജിറ്റിമൈസ്ഡ്, വാലിഡേറ്റഡ്. അത്ര കുഴപ്പമില്ല എന്ന രീതിയിൽ അതിനെ അംഗീകരിക്കുന്ന, ഏതോ ഒരു നിലയ്ക്ക് അതിനൊരു ഇടം കൊടുക്കുന്ന ഒരവസ്ഥ ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഏറ്റവും അപകടകരം. കാരണം ആ ഒരു ഇടം, ചെറിയൊരു ഇടം കൊടുക്കുന്നത് ഒട്ടകത്തിന് ഇടം കൊടുക്കുന്ന പോലെയാണെന്നും അത് നാളെ അതിഭീകരമായ ഫെഡറൽ സംവിധാനത്തെയും ജനാധിപത്യത്തെയും തുല്യതാബോധത്തെയും ഒക്കെ പൂർണ്ണമായി തകർക്കുന്ന രീതിയിലുള്ള ഒരു കൃത്യമായ ഏകാധിപത്യത്തിലേക്ക് ഇതെത്തുമെന്നും അതിനകത്ത് നിൽക്കുന്ന, അതിന് ഉപോത്ബലകമായി സഹായകമായി മാറാവുന്ന ഒരു പ്രക്രിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തുറക്കാനുമുള്ള ശ്രമം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ചെറുതായൊരു ചോദ്യം, 2 ചോദ്യങ്ങൾ ചോദിച്ച് അവസാനിപ്പിക്കാം. ഒരു 10 വർഷം മുമ്പ്, വേണ്ട 5 വർഷം മുൻപ് ഇത്തരം ഒരു ശിബിരം അല്ലെങ്കിൽ ബൈഠക് എന്ന് പറയുന്നത് കേരളത്തിൽ നടത്തുവാൻ കഴിയുമായിരുന്നു? ഈ ഇന്ന് ഇവിടെ പങ്കെടുക്കുന്ന 321 ആളുകളുണ്ട്. ഇവർ സ്വയം ഒന്ന് ചോദിക്കേണ്ട ചോദ്യമാണ്. 5 വർഷമോ 10 വർഷങ്ങൾക്കോ മുൻപ് ഇത്തരം ഒരു ബൈഠക്ക് കേരളത്തിൽ നടത്തുവാൻ കഴിയുമായിരുന്നു? ഇന്നത് നടത്തുവാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ മാറിയിരിക്കുന്നത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം കുറച്ചുകൂടി വേദനാജനകമായ ചോദ്യമായിരിക്കും. ഇവിടെ ഒരു ഇടതുപക്ഷ സർക്കാർ ഉള്ളത് ഇല്ലാതെയാവുകയാണെങ്കിൽ, ഇവിടെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രപതി ഭരണമോ അത്തരത്തിലുള്ള ഒരു അധികാര ക്രമീകരണമോ ഉണ്ടാവുകയാണെങ്കിൽ, നമ്മുടെ ഒപ്പം നിൽക്കുന്നവർ എത്ര പേർ അപ്പോഴും നമ്മുടെ ഒപ്പം നിൽക്കുന്നുണ്ടാവും? പുതിയ വൈസ് ചാൻസലർമാരുടെ കാര്യം പറയുമ്പോൾ ഇത് തൊട്ട് ആലോചിക്കേണ്ടി വരും. കാരണം അന്ന് എത്ര പേർ നമ്മോടൊപ്പം ഉണ്ടാവും? എത്ര പേർ മിണ്ടാതിരിക്കും, നിശബ്ദരാവും? എത്ര പേർ മറുകണ്ഠം ചാടും എന്നത് സ്വയം ചോദിക്കേണ്ട ഒരു സംഘടന എന്ന നിലയ്ക്ക് തന്നെ, പൊളിറ്റിക്കലായിട്ടുള്ള സ്വഭാവമുള്ളൊരു സംഘടന എന്ന നിലയ്ക്ക്, സമരോത്സുകമായ ഒരു സംഘടന എന്ന നിലയ്ക്ക് ഈ 2 ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. അപ്പോ അവസാനമായി എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. ഇത് സമഗ്രമായ ഒരു പ്രതിരോധത്തിലൂടെ മാത്രമേ ഇതിനെ നേരിടാൻ കഴിയുള്ളൂ. അതിനകത്ത് പ്രത്യക്ഷമായ സമരങ്ങൾ ആവശ്യമാണ്. യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും സർവകലാശാലകളുടെയും അക്കാദമിക് ബോഡികളിലുള്ള നിരന്തരമായ എതിർപ്പുകളും സമരങ്ങളും ആവശ്യമാണ്. സിൻഡിക്കേറ്റിലും ഭരണ ബോഡീസിലും ഉണ്ടാകുന്ന ഈ ഒരു അൺഅക്കൗണ്ടബിലിറ്റി എന്ന രീതിയിൽ പോകാതെ ഓരോന്നിന്റെയും രാഷ്ട്രീയം ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം ആവശ്യമാണ്. നിയമപരമായി നിരന്തരമായ നടപടികൾ ആവശ്യമാണ്. സർക്കാരും മറ്റ് സംഘടനകളും മറ്റ് താല്പര്യമുള്ളവരുമായി ചേർന്നുള്ള പ്രവർത്തനം ആവശ്യമാണ്. ഏറ്റവും പ്രധാനപരമായി വിമർശനപരമായ ഒരു സംസ്കാരം എന്നത് കൃത്യമായി നിർമ്മിച്ചെടുക്കുവാനുള്ള, ഒന്നിനെയും ഭയപ്പെടാത്ത വിമർശനത്തിന്റെ ഒരു സംസ്കാരം നിർമ്മിച്ചെടുക്കേണ്ടതും ഏറ്റവും പ്രധാനമായ സംഗതിയാണ്. അതിന് AKPCTAക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദീർഘമായിട്ടുണ്ടെങ്കിൽ ദയവായി എന്നോട് ക്ഷമിക്കുക. നന്ദി. സർ, നമ്മൾ ഏറ്റവും മികച്ച ഒരു പ്രഭാഷണം, നമ്മൾ ഉദ്ദേശിച്ച വിഷയത്തിൽ വിജ്ഞാന സമൂഹം, മതനിരപേക്ഷ വിദ്യാഭ്യാസം, 3 ആശയങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഏറ്റവും ഗംഭീരമായി നമ്മുടെ ചിന്തകളെ ഉണർത്തുന്ന
സമഗ്രമായ ഒരു പ്രതിരോധ പദ്ധതിയിലേക്ക് AKPCTയുടെ ചിന്തകളെ ഉണർത്തിയെടുക്കുന്ന, അതോടൊപ്പം സമരങ്ങളുടെ ആവശ്യകതയും നമ്മുടെ തന്നെ പങ്കാളിത്തം സർവകലാശാല വേദികളിലും അക്കാദമിക വേദികളിലും എങ്ങനെ കൂടുതൽ ദൃഢപ്പെടുത്തേണ്ടതുണ്ട് എന്ന നിർദ്ദേശം, എങ്ങനെ വേണം ഇത്തരം വേദികളിലെ നമ്മുടെ ഇടപെടൽ, അക്കാദമികപരമായ പരിഷ്കരണങ്ങൾ നടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട സർവകലാശാല സർക്കാർ ഏജൻസികൾ ഏത് നിലയിലാകണം, അധ്യാപകർ ഏത് നിലയിലാകണം ഇത്തരം വിഷയങ്ങളെ സമീപിക്കേണ്ടുന്നത്, നാം നടപ്പിലാക്കി വരുന്ന പരിഷ്കരണത്തിന്റെ ഗുണവശങ്ങൾക്കൊപ്പം അതിന്റെ പരിമിതികൾ എന്തെല്ലാമാണ്, ആ പരിമിതികൾ എങ്ങനെ പരിഹരിച്ചു വേണം ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് ഇന്ന് നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ നമ്മൾ അഭിസംബോധന ചെയ്യാൻ, ഇങ്ങനെ എല്ലാ കോണുകളിൽ നിന്നുകൊണ്ട് നാം AKPCT എന്ന അധ്യാപക പ്രസ്ഥാനം എല്ലാ അധ്യാപകരെയും ചേർത്ത് വെച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ വിമർശനപരമായ ഒരു സമീപനം ഇത്തരം വിഷയങ്ങളിൽ നാം എങ്ങനെ പൊതുവിൽ സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകണം എന്നെല്ലാമുള്ള അഭിപ്രായങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പ്രഭാഷണമാണ് പ്രൊഫസർ MV നാരായണ സാർ ഇവിടെ നടത്തിയത്. AKPCT നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹം നമ്മോടൊപ്പം തുടരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് ഈ പ്രഭാഷണത്തെ അധികരിച്ചുകൊണ്ടുള്ള ചർച്ചയ്ക്കുള്ള സമയമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നാളെ നടത്തുന്ന നമ്മുടെ കോളേജുകളിലുള്ള വിശദീകരണ പരിപാടി, മതനിരപേക്ഷ വിദ്യാഭ്യാസ സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കവിടെ നമ്മുടെ ഈ വിഷയങ്ങളെല്ലാം വിശദീകരിക്കേണ്ടതുണ്ട്. അതിന് ഉപകാരപ്പെടുന്ന ഒരു പ്രമേയത്തിന്റെ അവതരണം കൂടി ഇതിന്റെ ഭാഗമായി നമ്മളിപ്പോൾ അടുത്ത ഒരു അജണ്ടയുടെ ഭാഗമായി വെക്കുന്നുണ്ട്. ആ പ്രമേയ അവതരണം കൂടി കഴിഞ്ഞതിന് ശേഷം ആ പ്രമേയത്തെയും മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാനുണ്ടാവും. അപ്പൊ അത് രണ്ടും ചേർത്ത് വെച്ചുകൊണ്ട് ചർച്ചയ്ക്ക് നമുക്ക് ആ പ്രമേയ അവതരണത്തിന് ശേഷം നമുക്ക് ആവശ്യമായ സമയം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പ്രമേയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആശാ പ്രഭാകരനോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 2025 ജൂലൈ 27-28 തീയതികളിൽ സർവകലാശാല വൈസ് ചാൻസലർമാരെ അടക്കം പങ്കെടുപ്പിച്ച് RSS കേരളത്തിൽ സംഘടിപ്പിക്കുന്ന ജ്ഞാനസഭയെ പ്രതിരോധിക്കാൻ വേണ്ടി AKPCT സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത പ്രഭാഷണ സദസ്സ് ജൂലൈ 27 അതേപോലെ തന്നെ ജൂലൈ 28 മതനിരപേക്ഷ വിദ്യാഭ്യാസ സദസ്സും സംഘടിപ്പിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് AKPCT സംസ്ഥാന കമ്മിറ്റി എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ ഒരു പ്രമേയം അവതരിപ്പിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് എല്ലാ മതനിരപേക്ഷ മൂല്യങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ ബോധപൂർവമായ പ്രവർത്തന പദ്ധതിയുമായി സംഘപരിവാർ വർഷങ്ങളായി മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ നേർ അനുഭവങ്ങളാണ് കേരളത്തിൽ ചാൻസലറെ ഉപയോഗിച്ചും സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് വൈസ് ചാൻസലർമാരെ മുൻനിർത്തിയും അവർ നടത്തുന്നത്. ആസൂത്രിതമായ ഈ പദ്ധതികളുടെ തുടർച്ചയായാണ് 2025 ജൂലൈ 27-28 തീയതികളിൽ സർവകലാശാല വൈസ് ചാൻസലർമാരെ അടക്കം പങ്കെടുപ്പിച്ച് RSS കേരളത്തിൽ സംഘടിപ്പിക്കുന്ന ജ്ഞാനസഭയെ നാം കാണേണ്ടത്. ഈ ശ്രമങ്ങളുടെ എല്ലാം ലക്ഷ്യം മതനിരപേക്ഷ വികേന്ദ്രീകൃത ജനപക്ഷ വിദ്യാഭ്യാസത്തെ ഇല്ലാതാക്കുക എന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മതനിരപേക്ഷതയും ജനാധിപത്യവും ഫെഡറൽ മൂല്യങ്ങളും നിലനിർത്തുവാൻ വേണ്ടി ഇത്തരം പ്രതിലോമ പ്രവർത്തനങ്ങളെ ശക്തമായി പ്രതിരോധിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. വിജ്ഞാന സമൂഹം സൃഷ്ടിക്കുക എന്ന ജനപക്ഷ കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകുന്ന കേരളത്തിലെ സർക്കാർ നടത്തുന്ന ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളെ ആകെ തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്ന പ്രതിലോമ ശക്തികൾക്കെതിരായുള്ള വിപുലമായ സമര മുന്നണിയിൽ അണിചേരണമെന്ന് അധ്യാപകരോടും ജീവനക്കാരോടും വിദ്യാർത്ഥികളോടും പൊതുസമൂഹത്തിനോടും ഈ പ്രമേയം ആവശ്യപ്പെടുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മതനിരപേക്ഷ ജനാധിപത്യ ഫെഡറൽ തത്വങ്ങൾ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്ന് കേന്ദ്ര സർക്കാരിനോടും UGCയും AICTയും അടക്കമുള്ള ഏജൻസികളോടും ഈ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നു.